അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി കൊടുക്കാം. ഇരിക്കാം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വർത്താനം പറയാൻ വയ്യാത്തവരാണ് ഈ പള്ളിക്കകത്ത് വന്നിരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് രണ്ട് സാധ്യതയുണ്ട്. നിങ്ങൾ ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ പള്ളിക്കകത്തിരിക്കാം. ഇത് മിണ്ടാതിരിക്കാനാണെങ്കിൽ ആ ഹോളിലെങ്ങാനും പോയിരുന്നോണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നല്ല തീക്ഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുകയും പ്രതികരിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് പള്ളിക്കകത്ത് വന്നിരിക്കേണ്ടത്. അല്ലാത്തവരെല്ലാം അവിടെ പോയി സമാധാനമായിട്ട് മൗനത്തിലോ ധ്യാനത്തിലോ ഒക്കെ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കണം. ദൈവം തരുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. നമുക്ക് വലിയ ദൈവകൃപ വചനത്തിലൂടെ ദൈവം നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിന് ദൈവം സമാധാനവും സന്തോഷവും അനുഗ്രഹവും തരും. വലിയ കൃപ ദൈവം വചനം അയക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. എവിടെ ദൈവത്തിൻ്റെ വചനം അയക്കുന്നോ അയക്കപ്പെടുന്നോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവും. പ്രഭാഷകൻ 42:15 പ്രഭാഷകൻ 42:15 വചനം പറയുന്നു, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. പ്രഭാഷകൻ 42:15 സിറാഖ് 42:15 ദൈവവചനം പറയുകയാണ്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? വചനം വഴിയാണ്. അതുകൊണ്ടാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അവിടെ പറയുകയാണ്, ഭൂമി ഇരുളടഞ്ഞതും പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചം എങ്ങനെ ഉണ്ടായത്? ദൈവം അരുളി ചെയ്തു. ദൈവം അരുളി ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. ദൈവത്തിൻ്റെ വാക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ദൈവവചനം ദൈവം അയച്ചാൽ, വചനം തന്നാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. വചനമില്ലാത്തടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി, മനുഷ്യരുടെ പ്രവൃത്തിയെ നടക്കത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യൻ കുറേ പ്രവർത്തിക്കും, മനുഷ്യൻ്റെ പ്രവൃത്തികളും അതിനൊന്നും നിലനിൽപ്പില്ല. ദൈവിക പ്രവൃത്തികൾ എവിടെ നടക്കണോ അവിടെ ദൈവത്തിൻ്റെ വചനം ഉച്ചരിക്കപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ ദൈവം സംസാരിക്കാത്ത അല്ലെങ്കിൽ ദൈവസ്വരം കേൾക്കാത്ത 2 കാലഘട്ടങ്ങൾ ബൈബിളിൻ്റെ ചരിത്രത്തിലുണ്ട്. അതായത് ദൈവജനം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതിരുന്ന, ദൈവജനത്തിന് ദൈവത്തിൻ്റെ സ്വരം നൽകപ്പെടാതിരുന്ന 2 കാലഘട്ടം ബൈബിളിൻ്റെ ചരിത്രത്തിലുണ്ട്. ആദ്യത്തേത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ 400 വർഷങ്ങളാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയ ആ ജനത അവിടെ നിന്ന് മോചനം പ്രാപിക്കുന്നത് വരെയുള്ള ആ 400 വർഷങ്ങൾ ദൈവസ്വരം അവിടെ ദൈവത്തിൻ്റെ സ്വരം ദൈവമക്കൾ കേട്ടതായിട്ടോ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ കാലത്തെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത് ദൈവം നിശബ്ദനായ, ദൈവം മിണ്ടാതിരുന്നു എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വരം ജനത്തിന് കേൾക്കാൻ പറ്റാതെ പോയ ഒരു കാലമായിട്ടാണ് ഇതിനെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലം പീഡനങ്ങളുടെ കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലം ഞെരുക്കത്തിൻ്റെയും നിലവിളിയുടെയും, ദൈവം കൈവിട്ടോ എന്ന് തോന്നുന്നൊരു കാലമാണിത്. ദൈവസ്വരം നിലയ്ക്കുന്ന കാലം. ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും കാണും, മലാക്കി പ്രവാചകൻ്റെ പ്രവചനത്തിന് ശേഷം പിന്നെ അടുത്ത ഒരു 400 വർഷങ്ങൾ, അടുത്ത ഒരു 4 നൂറ്റാണ്ട് ദൈവസ്വരം കേൾക്കാത്ത ഒരു കാലമാണ്. മലാക്കിക്ക് ശേഷം ദൈവസ്വരവുമായിട്ട് ഇസ്രായേലിൽ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത് സ്നാപക യോഹന്നാനാണ്. മലാക്കിക്കും സ്നാപക യോഹന്നാനും ഇടയിലുള്ള നീണ്ട 400 വർഷങ്ങൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് നിശബ്ദതയുടെ കാലം എന്നാണ്. അവിടെയാണ് ഈ മക്കബായരുടെ കാലം. ഒരുപാട് പീഡനങ്ങളിലൂടെ അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന യവന രാജാവിൻ്റെ, ആ പേർഷ്യൻ രാജാവിൻ്റെ കാലത്ത്
ദൈവമക്കൾ വലിയ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ കാലം. അപ്പോൾ എവിടെ ദൈവസ്വരം നിലയ്ക്കുമോ അവിടെ ദൈവപ്രവർത്തികൾ നിലയ്ക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ദൈവം സംസാരിക്കാൻ ദാഹിച്ചിരിക്കുന്നൊരു ജനത ദൈവപ്രവർത്തികൾ കാണുന്നൊരു ജനതയായിട്ട് മാറും. എവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, വലിയ ഇടപെടലുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ ഹൃദയം അടഞ്ഞു പോകാൻ പാടില്ല. മനസ്സിലാകുന്നത് ആമോസ് പ്രവചിച്ചിട്ടുണ്ട്, ഒരു കാലത്ത് മനുഷ്യരിങ്ങനെ ആഗ്രഹിച്ചാൽ പോലും ഈ സ്വരം കേൾക്കാതാവുന്നൊരു കാലം വരുമെന്ന് ആമോസ് പ്രവചിച്ചിട്ടുണ്ട്. അത് ഏത് കാലമാണെന്ന് അറിയാൻ പാടില്ല. ഏതായാലും തിരുസഭ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും. അതായത് ഒരു കാലത്ത് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത കാലം. ഇതിൻ്റെ സൂചനകൾ നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആസാമിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ആസാമിലെ ക്യാബിനറ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. എന്താണെന്നറിയാം? ഇതിപ്പോൾ തിരുവല്ല കൺവെൻഷൻ, ഇതുപോലെയുള്ള കൺവെൻഷനുകൾ ആസാമിൽ നിയമവിരുദ്ധമാക്കുന്ന ക്യാബിനറ്റ് മീറ്റിംഗ്, അവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആത്മീയ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല. ആസാമിൽ കേൾക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവം നമ്മളെ കൈവിട്ടാൽ, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മളെ കൈവിട്ടാൽ അത് ആസാമിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കും. നാളെ ഒരു കാലത്ത് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ഇതുപോലെ കൂടാൻ പറ്റാത്തൊരു കാലം വന്നുകൂടാന്നൊന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവസ്വരങ്ങൾ. അപ്പം നിങ്ങൾ പറയും യൂട്യൂബ്, ഇൻ്റർനെറ്റ്, ഒറ്റ രാത്രി കൊണ്ട് യൂട്യൂബിന് അതിൻ്റെ പോളിസി മാറ്റാം. യൂട്യൂബ് ഇങ്ങനെ വിചാരിക്കുക, യൂട്യൂബ് ഇങ്ങനെ ഒരു പോളിസി, എല്ലാ വർഷവും യൂട്യൂബിൻ്റെ പോളിസി അപ്ഡേറ്റ് വരും. അപ്പോൾ ഈ കൊല്ലം യൂട്യൂബ് ഇങ്ങനെ വിചാരിക്കുക, ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവരികയെന്ന് വിചാരിക്കുക. അതായത് ഒറ്റ റിലീജിയസ് കണ്ടൻറ്റും ആത്മീയമായ മതപരമായ ഒറ്റ കണ്ടൻറ്റും യൂട്യൂബിൽ ലഭ്യമാകുന്നതല്ല എന്നൊരു നിയമം യൂട്യൂബ് കൊണ്ടുവന്നാൽ, പോളിസി കൊണ്ടുവന്നാൽ ഒറ്റ രാത്രി കൊണ്ട് എല്ലാ മതപ്രഭാഷണങ്ങളും യൂട്യൂബിൽ നിന്ന് അപ്രത്യക്ഷമാവും. പറഞ്ഞേ ഹല്ലേലൂയാ. വന്നുകൂടാന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എന്തെന്നറിയാമോ, ദൈവത്തിൻ്റെ സ്വരം അനുദിനം കേൾക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് സ്വീകരിക്കുകയും ചെയ്ത് ഈ ദൈവസ്വരത്തെ നിസ്സാരമാക്കാതെ അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. കേരളത്തിൽ ഒരിക്കൽ ഞാൻ കൊട്ടാരക്കര കൺവെൻഷൻ കഴിഞ്ഞ വർഷം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കൺവെൻഷൻ്റെ സമയത്ത് ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ തട്ടിപ്പറിച്ച് ഒരാൾ വലിച്ചു കീറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ എങ്ങനെ ഞാൻ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. ആ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരാൾ പരസ്യമായിട്ട് ബൈബിൾ കത്തിച്ചു. അപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛന് ദർശനം കിട്ടി. എനിക്ക് ദർശനമൊന്നും കിട്ടിയല്ല, ഞാൻ എൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് ഒരു ഉദാഹരണം തോന്നി പറഞ്ഞാണ്. അപ്പോൾ അത് പിറ്റേ ദിവസം ബൈബിൾ ഒരാൾ പരസ്യമായിട്ട് കത്തിച്ചു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നാളെ ഒരു കാലത്ത് ഈ തിരുവെഴുത്തുകൾ, ബൈബിൾ നിരോധിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നായി മാറുകയും ആരെങ്കിലും ഒരാൾ ബൈബിൾ കയ്യിൽ വെച്ചാൽ അതൊരാൾ തട്ടിപ്പറിച്ച് എടുത്ത് പൊതുമധ്യത്തിൽ തെരുവീഥികളിൽ കൂട്ടിയിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞ് കത്തിച്ച് കളയുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? കയ്യിലിരിക്കുന്ന ബൈബിളല്ലേ തട്ടിപ്പറിക്കാൻ പറ്റുമോ? ചങ്കിലിരിക്കുന്ന വചനം തട്ടിപ്പറിക്കാൻ വല്ലവർക്കും പറ്റുമോ? കയ്യിലിരിക്കുന്ന ബൈബിളെ തട്ടിപ്പറിക്കാൻ പറ്റുമോ? നിങ്ങൾ ചങ്കിനകത്ത് വെച്ച വചനം ആർക്കെങ്കിലും തട്ടിപ്പറിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് എത്ര പെട്ടെന്ന് എത്ര വേഗം ദൈവത്തിൻ്റെ സ്വരം ഹൃദയത്തിൽ സ്വീകരിക്കാമോ അതുപോലെ ദാഹത്തോടെ, മറ്റെന്തിനു വേണ്ടി അലയുന്നതിനേക്കാളും ദാഹത്തോടെ വചനത്തിന് വേണ്ടി അലയണം. എന്നിട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. കാരണം വരാൻ പോകുന്ന കാലങ്ങൾ നല്ലതാവില്ല എന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. നല്ലതൊന്നും ആവില്ല. കാരണം എല്ലാ വിധത്തിലും വിശ്വാസികൾ ഞെരുക്കപ്പെടും. അത് നമ്മൾ കണ്ടുപിടിച്ച് പറയുന്നൊന്നുമല്ല, മറിച്ച് ഇതാണ് പ്രവചനം, ഇതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയാമോ? ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒറ്റയൊരുത്തനും രക്ഷപ്പെടാൻ ഇടയാകാത്ത വിധം അത്ര ഭയാനകമായിരിക്കും നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ഞെരുക്കം. നാളെ മറ്റന്നാളെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതുണ്ട് സഭയ്ക്ക്. ഇതിനെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിളിക്കുന്നത് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നാണ്. അന്തിമ പരീക്ഷണ കാലം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, വലിയ പരീക്ഷണത്തിൻ്റെ കാലം. അപ്പോൾ ഇത് സഭ അങ്ങനെ ഒരു വിപ്രവാസത്തിലേക്ക് സഭ കടന്നു പോകേണ്ടതുണ്ട്. അത് സഭയെ രൂപപ്പെടുത്തിയവൻ സഭയ്ക്ക് തന്ന നിയോഗങ്ങളുടെ ഭാഗമാണ്. എല്ലാ കാര്യങ്ങളും യുഗങ്ങളുടെ അന്തിമഘട്ടത്തിൽ എല്ലാം പൂർത്തിയാവുന്നതിന് മുമ്പ് സഭ കടന്നു പോകേണ്ട ഒരു ഭാവമാണ്. സഭ അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകും. ആ കാലത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ
ബൈബിൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആ നാളുകളിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. വിശ്വാസത്യാഗം, അങ്ങനെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. ആ നാളുകളിൽ വിശ്വാസത്യാഗമുണ്ടാവുകയും അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. The man of anarchy will appear and there will arise apostasy, വിശ്വാസത്യാഗം. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ പ്രായത്തിലും നമ്മുടെ ആയുസ്സിലും നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുകയാണ്, ഇത് സഭയുടെ നിയോഗമാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. എന്നും എല്ലാ കാലത്തും എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഉള്ള കാലത്ത് നേരെ ചൊവ്വേ കിട്ടുന്നതൊക്കെ ഉപയോഗിച്ചോണം. കൊറോണ വന്നപ്പോൾ പഠിച്ചതല്ലേ, ഉള്ള കാലത്തെല്ലാം ഇങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ഒന്നും അല്ല. അതുകൊണ്ട് ദൈവം ഒരു നിയോഗം തരുമ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. ഇന്ന് വചനം കേൾക്കാൻ പറ്റും, നാളെ പറ്റൂല്ലെന്ന് അറിഞ്ഞുകൂടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ആമോസ് പ്രവചിച്ചിട്ടുണ്ട്. അതായത് ഒരു കാലം വരും, ആ കാലത്ത് ആമോസിൻ്റെ പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായം, ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം, ആമോസ് 8 വാക്യം 11 മുതൽ, ആമോസ് 8:11 മുതൽ വായിച്ചോ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ദേശത്ത് ക്ഷാമമയക്കുന്ന നാളുകൾ വരും. ആമോസ് പറയുകയാണ്, ഞാൻ ദേശത്ത് ക്ഷാമമയക്കുന്ന നാളുകൾ വരും. വായിക്കേ. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഇങ്ങനെ പ്രവചനം കിടപ്പുണ്ട് ബൈബിളിൽ. അതായത് ഞാൻ അയക്കാൻ പോവാണ്, ഞാൻ ക്ഷാമം അയക്കാൻ പോകുന്നു. എന്തിനു വേണ്ടിയുള്ള ക്ഷാമം? ഭക്ഷണത്തിനോ ദാഹജലത്തിനോ വേണ്ടിയുള്ള വറുതി അല്ലത്. പിന്നെ എന്തിനുള്ള വറുതിയാണത്? കർത്താവിൻ്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. വാക്യം, അടുത്ത വാക്യം 12. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. മനസ്സിലായി? ദൈവസ്വരം നിലയ്ക്കുന്ന ഒരു കാലം. അപ്പം അതുകൊണ്ട് ദൈവം സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ദൈവം എവിടെ സംസാരിക്കുന്നോ അവിടെ എന്ത് നടക്കും? ഇതാ ഞാൻ പറയാത്ത നിങ്ങളോട്. ദൈവത്തിൻ്റെ മിണ്ടത്തില്ലേ, അവിടെ പോയി ഓഡിറ്റോറിയത്തിൽ പോയി ഇരുന്നോണം. കേട്ടല്ലോ? അവിടെ എന്ത് നടക്കും? ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചു പോയി. ഈ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കണം, അല്ലെ ഒരു രസമില്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞാലേ ഉള്ളൊരു രസം. പറഞ്ഞേ ഹല്ലേലൂയ. മിണ്ടണം കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്? ഓഡിറ്റോറിയത്തിൽ പൊക്കോണം. ദൈവത്തിൻ്റെ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. നമ്മൾ ഇവിടെ ഏത് പുസ്തകത്തിലാണ് വായിച്ചത്? ആമോസ്. എറിയാനൊന്നുമില്ല എൻ്റെ കയ്യിൽ. കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി. എവിടെ വായിച്ചേ? പ്രഭാഷകൻ. ആമോസ്. പ്രഭാഷകൻ ആമോസി പറഞ്ഞ എന്താ? ക്ഷാമം, ദൈവത്തിൻ്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമം വരും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ വചനത്തെ സ്വീകരിക്കണം. ഇനി ഒരു വചനം വായിക്കാം. യെശയ്യ 66:2. അപ്പം എങ്ങനെയാണ് വചനം സ്വീകരിക്കേണ്ടത്? യെശയ്യ 66:2. ദൈവം സംസാരിക്കും. ഓരോ കൺവെൻഷനും ദൈവം സംസാരിക്കും. അപ്പോൾ സംസാരിക്കുമ്പോൾ ആ വചനം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? യെശയ്യ 66:2 വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു. ഉറക്കെ വായിച്ചോ. ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എങ്ങനെയാണ് വചനം സ്വീകരിക്കുന്നത്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്ന. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവവചനം നമ്മിൽ ഫലം ഉളവാക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ തോന്നും, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്, ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പിന്നെ കേട്ടിട്ടുണ്ട്, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതെനിക്ക് ഞാൻ കാണാൻ പഠിച്ചാണ്, ഞാൻ 2ൽ പഠിക്കുമ്പോൾ കാണാൻ പഠിച്ചാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നാ ഇന്നറിയാം, ഇതിനെ ഇങ്ങനെ ദൈവസ്വരത്തെ തള്ളിക്കളയും.
നിങ്ങൾ ശ്രദ്ധിച്ചോണം, സാത്താൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പണി എന്തെന്നറിയാമോ? ഇതെനിക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞ് ദൈവസ്വരത്തെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ഈ ദൈവസ്വരത്തെ തള്ളിക്കളയുമ്പോൾ ഒരു വചനം അകത്തോട്ട് കയറത്തില്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം സംസാരിക്കുന്ന സമയത്ത് അതിനെ തടയരുത്. ഇവിടെ പറയുകയാണ്, ആത്മാവിൽ എന്തുണ്ടാവണം? എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഹെബ്രായർ 12 പറയുന്നുണ്ട്, ഹെബ്രായർ 12:25, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹെബ്രായർ 12:25 വായിക്കേ. ഹെബ്രായർ 12:25, ഹീബ്രൂസ് 12:25 വായിക്കേ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹെബ്രായർ കിട്ടിയോ? 12 ഉണ്ടോ അതിൽ? 25 ഉണ്ടോന്ന് നോക്കിയേ. ഉണ്ടോ മക്കളെ? ഉണ്ട്. വായിക്കേ. നിങ്ങളും ബൈബിൾ കൊണ്ടുവരണം കേട്ടോ, നാളെ വരുമ്പോൾ. ഇന്നത്തേന് ക്ഷമിച്ചിരിക്കുന്നു. നാളെ വരുമെന്തോ? വരുവാണെങ്കിൽ കൊണ്ടുവരണം, ബൈബിൾ കൊണ്ടുവരണേ കേട്ടോ. കൊണ്ടുവന്ന് വായിക്കണം. നമുക്ക് അതിന് ഒരു ആർക്കും എക്സെപ്ഷൻ ഇല്ല. അതിന് കമ്മിറ്റി അംഗങ്ങൾക്ക് എക്സെപ്ഷൻ ഇല്ല, കൈക്കാരനില്ല, സെക്രട്ടറിക്കില്ല, ഖജാൻജിക്കില്ല, പിന്നെ കപ്പ്യാർക്കില്ല, അച്ഛനില്ല, സിസ്റ്ററിനില്ല, ആർക്കും ഇല്ല. എന്ത് എക്സെപ്ഷൻ? ബൈബിള്. വചനത്തിന് കേൾക്കാൻ വരുവാണോ പുസ്തകം കൊണ്ടുവരണം, വായിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഒരു കോംപ്രമൈസും ഇല്ല. ഇതിനാണോ വരുന്നതെങ്കിൽ, അല്ലെ വേറെ ഒന്നിനല്ലല്ലോ ഇവിടെ വന്നേ. വായിക്കണം കേട്ടോ, എല്ലാവരും കൊണ്ടുവരണം, വായിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. വായിച്ചേ. ഹെബ്രായർ 12:25, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ. അതാണ് കേട്ടോ. നിങ്ങൾക്ക് വല്ല മനസ്സിലായത് കേട്ടപ്പോൾ? എന്താ അത് പറയുന്നേ? ഞാനല്ല. ആരാ സംസാരിക്കുന്നേ? ദൈവം സംസാരിക്കുകയാണ്, പരിശുദ്ധാത്മാവ്. ഇവിടെ എ ഓർ ബി, ഇവിടെ ആര് വേണേലും നിൽക്കാം. മനസ്സിലായോ? ദൈവത്തിന് ഈ ആൾ ആരാണെന്നുള്ളതൊരു വിഷയമേ അല്ല. ഞാൻ ധ്യാനകേന്ദ്രത്തിലുള്ള എല്ലാവരോടും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഞാനോ നീയോ പ്രധാനപ്പെട്ടതല്ല. മനസ്സിലായി? ഞാൻ ചിന്തിക്കാൻ പാടില്ല, ഞാനില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവാൻ പോണില്ല. ദൈവം അപ്പം ഞാൻ തയ്യാറല്ലെങ്കിൽ ദൈവം ചെവിക്ക് പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ അവിടെ കൊണ്ടുവന്ന് നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവത്തിന് ഇന്ന ആൾ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് എപ്പോഴും പറയും, നമ്മളിപ്പം ഞാൻ വേണമെന്ന്, ഇപ്പം മൗണ്ട് കാർമലിൽ ഞാൻ വേണമെന്ന് ദൈവത്തിന് യാതൊരു നിർബന്ധമില്ല. ഉണ്ടോ? ഒരു നിർബന്ധമില്ല. ദൈവം ആരാണോ റെഡി അവരെ പിടിച്ച് നിർത്തും, അഭിഷേകം കൊടുക്കും, ദൈവം സംസാരിപ്പിക്കും. ഒരു കാലത്ത് ദൈവത്തിന് മനുഷ്യരെ കിട്ടാത്തത് കൊണ്ട് ഒരു കഴുതയ്ക്ക് സംസാരശേഷി കൊടുത്തിട്ട് സംസാരിപ്പിച്ചു. ദൈവത്തിന് മനുഷ്യൻ തന്നെ വേണമെന്നില്ല, കഴുത വരെ സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. കഴുത സംസാരിക്കുന്നതിന് തെളിവ് വേണമെങ്കിൽ നേരെ നോക്കിയാൽ മതി. കഴുത മനസ്സിലാവുന്നുണ്ടോ? അത് ഏത് കഴുതയെ കൊണ്ടും ദൈവം സംസാരിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുന്നത് ആരാണ്? ഈ കഴുതയല്ല സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് ഹെബ്രായർ 12:25, എന്താ പറഞ്ഞേ? സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി തിരിച്ചു വാ. യെശയ്യാ 66:2 വായിച്ചേ. യെശയ്യാ 66:2, കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും. അതാണ് ഒന്നാമത്തെ കാര്യം വേണ്ടത്, ആത്മാവിൽ എളിമയും. അതായത് ഇത് ദൈവം സംസാരിക്കുകയാണ്, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ വചനത്തെയും നിങ്ങൾ തള്ളിക്കളയരുത്. അറിയാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വചനത്തെയും തള്ളിക്കളയരുത്. ഓരോ വചനത്തെയും ദൈവം സംസാരിക്കുന്നത് പോലെ സ്വീകരിക്കണം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. തെസലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരെക്കുറിച്ച് ഒരു അഭിനന്ദനം കലർത്തി പറയുന്നൊരു വാചകമുണ്ട്. വായിക്കാം. 1 തെസലോനിക്കർ 2-ാം 13-ാമത്തെ വാക്യം. 1 തെസലോനിക്കർ 2-ാം 13-ാം തിരുവചനം. 1 Thessalonians 2:13. 1 തെസലോനിക്കർ 2:13 വായിക്കാവോ? ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല. എന്നോട് വായിക്കേ. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം പറ
മനുഷ്യരുടെ വചനമായിട്ടല്ല. ഒന്നുകൂടെ വായിക്ക്. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, മറിച്ച് വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. തെസ്സലോനിക്കക്കാരോട് പറയാണ്, നിങ്ങൾ വചനം സ്വീകരിച്ചത് ഒരു മനുഷ്യൻ സംസാരിക്കുന്നതായിട്ടല്ല, മറിച്ച് വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമാണ്. വചനത്തിൽ സംസാരിക്കുന്നത് ദൈവമാണ്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. വചനം പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റൂ, വായിച്ചേ പറ്റൂ, പ്രതികരിച്ചേ പറ്റൂ. കാരണം അത് എനിക്കോ നിങ്ങൾക്കോ അതിനകത്ത് പ്രിവിലേജ് ഒന്നുമില്ല. ഇത് ദൈവം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ച വചനങ്ങളെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 2 പത്രോസ് 1-ാം അധ്യായം 20-21, 2 പീറ്റർ ചാപ്റ്റർ 1:20 and 21, 2 പത്രോസ് 1:20-21, 2 പത്രോസ് 1:20-21 വായിക്കാം. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം. വായിക്കേ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കണം. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും, അതായത് തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ, തിരുവെഴുത്തിലെ വാക്യങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ ഒന്നും തന്നെ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപപ്പെട്ടതല്ല, മനുഷ്യനുണ്ടാക്കിയതല്ല. തിരുവെഴുത്ത്, ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു, വചനം പറയുകയാണ് വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും തന്നെ മാനുഷിക ചോദനയാൽ രൂപപ്പെട്ടതല്ല. അടുത്ത വാക്യം, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ്. തിരുവെഴുത്തിനകത്തൊരു വാക്യം കണ്ടാൽ അത് മനുഷ്യൻ്റെ വാക്കല്ല, ഇത് ദൈവം തന്നെ പ്രചോദിപ്പിച്ച് ആത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ച ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. തിമോത്തിക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2 തിമോത്തി 3-ാം അധ്യായം 15-16, 17, 2 തിമോത്തി 3, 15, 16, 17, 2 തിമോത്തി 3, 15, 16, 17 വായിക്കേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ചെറുപ്പം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. അടുത്ത വാക്യം, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ശ്രദ്ധിക്ക്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. മലയാളത്തിലെ മറ്റൊരു തർജ്ജമയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് POC ബൈബിളായിരിക്കും നമ്മൾ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. പക്ഷെ മലയാളത്തിലെ വേറൊരു തർജ്ജമയിൽ ദൈവനിവേശിതം എന്നതിന് പകരം കുറച്ചുകൂടെ നല്ലൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്ക് ദൈവശ്വാസിതം എന്നാണ്. ദൈവശ്വാസിതം, അതാണ് ലിറ്ററലി കറക്റ്റ്, അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് അതാണ്. ദൈവനിവേശിതം എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതെന്താണ്? ദൈവശ്വാസിതം, ഗോഡ് ബ്രത്ത്ഡ്, BREATHED, ഗോഡ് ബ്രത്ത്, ദൈവം നിശ്വസിച്ചത്, ദൈവം ശ്വസിച്ചത്, ദൈവത്തിൻ്റെ പ്രാണവായു പതിഞ്ഞത്, ദൈവത്തിൻ്റെ നിശ്വാസം പതിഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ് പതിഞ്ഞത് എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം, ലിറ്ററൽ മീനിങ്. ശ്രദ്ധിക്കുന്നുണ്ടോ? വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഒരു വചനം ഇരുന്ന് നാം ആത്മാവിൻ്റെ കൃപയിൽ വായിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തടിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസങ്ങളാണ്. നിങ്ങൾക്ക് ആത്മാവിൽ നിറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഏറ്റവും എളുപ്പവഴി ഞാൻ പറയാം, വചനം ശ്രദ്ധിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയണോ? ഇതിനേക്കാൾ നല്ലൊരു വഴി എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വചനം വായിച്ചുകൊണ്ടിരിക്കുക. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിറയും. കാരണം വചനത്തിൽ
പരിശുദ്ധാത്മാവ് ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവനിശ്വാസിതമാണ്. ഇനി വേറൊരു വചനം എടുത്ത് യെശയ്യാ പ്രവചനം 33-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 33-ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ട്. യെശയ്യാ 33 അല്ല 34, യെശയ്യാ 34:16, ഐസയ്യാ 34:16, യെശയ്യാ 34:16 വായിക്കാം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. നോക്ക്, ആരുടെ ഗ്രന്ഥം? കർത്താവിൻ്റെ ഗ്രന്ഥം. ബൈബിള് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്, പക്ഷെ നമ്മുടെ പുസ്തകമല്ല, ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. ദൈവമാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഉറക്കെ വായിക്കുക. അടുത്ത വാക്യം, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും പൊരുളും സമാധാനവും ഈ തിരുവെഴുത്തിനകത്ത് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 175 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കുന്ന ഒരു പദ്ധതി ഫെബ്രുവരിയിൽ അവസാനിച്ചതേ ഉള്ളൂ. അനേകായിരങ്ങൾ ബൈബിൾ വായിച്ചു ഈ പ്രോജക്റ്റിനോട് ചേർന്ന്. എനിക്ക് കത്തുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ നാളുകളിൽ. 175 ദിവസം കൊണ്ട് വചനം വായിച്ച് പൂർത്തിയാക്കിയപ്പോൾ ജീവിതത്തിൻ്റെ നീറുന്ന പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായതിൻ്റെ അനുഭവങ്ങൾ ദൈവമക്കൾ എഴുതി അറിയിക്കുകയാണ്. ആര് വചനം വായിച്ചാലും അവരിൽ പരിശുദ്ധാത്മാവ് നിറയും, അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. അപ്പോൾ പറയുകയാണ്, എന്തുകൊണ്ടാണ്? ഇവയിലൊന്നും കാണാതിരിക്കില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇവയിലൊന്നും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നം എന്താ, അതിനുള്ള ഉത്തരം ഈ ബൈബിളിലുണ്ട്. നിന്റെ പ്രയാസം എന്താ, അതിനുള്ള സമാധാനം ഈ ബൈബിളിലുണ്ട്. നിന്നെ തടഞ്ഞു നിർത്തുന്ന ശക്തി, അതിനെ മാറ്റിക്കളയാനുള്ള ആ ശക്തി ബൈബിളിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? വചനത്തെ നിസ്സാരമായിട്ട് കാണുകയേ ചെയ്യരുത്. അത്രയും ഗൗരവത്തോടെ പൂജ്യമായിട്ട് ബൈബിളിനെ കാണണം, അത്രയും ഗൗരവത്തോടെ ബൈബിൾ എടുക്കണം, അത്രയും ഗൗരവത്തോടെ അനുദിനം പരിശോധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പറയുകയാണ് 34:16, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഒരു വചനം മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ബൈബിൾ കമൻട്രിയിലല്ല കിടക്കുന്നത്. എവിടെ കിടപ്പുണ്ട്? ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. അതാണ് എല്ലാത്തിനും ഇണവചനമുണ്ട്. മനസ്സിലായി? ഇപ്പം ഞാൻ ഒരു വചനം പറഞ്ഞിട്ട് വേറൊരു വചനത്തിലേക്ക് പോകുന്നതുണ്ടോ? അത് ആ വചനത്തിൻ്റെ ഒന്നുകിൽ അതിൻ്റെ വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമാണ്, അല്ലെങ്കിൽ അതിനോട് എന്തോ കൂട്ടിച്ചേർക്കുകയാണ്. ഇതിങ്ങനെ ബൈബിളിൽ ഇണവചനങ്ങളുണ്ട്. ഒരേ കാര്യം തന്നെ പല ആംഗിളിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യം മനസ്സിലായില്ല, ഉടനെ അതിൻ്റെ ഉത്തരം ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ ഉത്തരം ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കണം. ടെക്സ്റ്റിന് വെളിയിലേക്ക് പോയി ഉത്തരം കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് ടെക്സ്റ്റിനകത്ത് ഉത്തരം കിടപ്പുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തുകൊണ്ടാണത്? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങൾ എടുത്താൽ ഈ ഗ്രന്ഥങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല മനുഷ്യരെഴുതിയതാണ്. ഏതാണ്ട് 1000 കൊല്ലം എടുത്ത് എഴുതി പൂർത്തിയാക്കിയ ഗ്രന്ഥമാണിത്. വ്യത്യസ്തങ്ങളായ 4 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നാണ് ഇവരിത് എഴുതുന്നത്. അപ്പോൾ വിവിധ എഴുത്തുകാർ പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് പല കാലങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളാണ് ഒരുമിച്ച് ഒറ്റ ബൈബിളാക്കി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മുടെ ഈ തരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, ഇത് അതായത് മനുഷ്യൻ്റെ പ്രശ്നത്തിനുള്ള ഉത്തരം ഇതിനകത്തുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ബൈബിളിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണത്? അതിൻ്റെ മറുപടിയാണ് പറയുന്നത്. കാരണം എന്താണ്? ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും. ദൈവം കൽപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് കൂട്ടി. ദൈവം കൽപ്പിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുമിച്ച് കൂട്ടി. പരിശുദ്ധാത്മാവ് ഒരുമിച്ച് കൂട്ടിയതാ. അതുകൊണ്ട് എന്താ കാര്യം എന്നറിയാമോ? ഇതിനകത്ത് ദൈവത്തിൻ്റെ സ്വരമാണ്. എല്ലാ കാര്യവും ഇതിനകത്തുണ്ട്. വേറെ വെളിയിലൊന്നും പോകണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. അത്രയും ഗൗരവത്തോടെ ബൈബിൾ വായിക്കണമെന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ഒട്ടും ഒരു ഉദാസീനം ഇതിനകത്ത് വരുത്തരുത്. ബൈബിൾ വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. മനസ്സിലായി? ഭക്ഷണം കഴിക്കണ്ട, കുളിക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട, പല്ലൊന്നും തേക്കണ്ട. ബൈബിൾ അത്ര എസെൻഷ്യലാണെന്ന്, ഇത് ഫണ്ടമെൻ്റലാണ്. പിന്നെ ചിലർക്ക് സന്തോഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്, പല്ലും തേക്കണ്ട, കുളിക്കണ്ട. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യവും നമ്മൾ വേറെ ഇത് കഴിഞ്ഞ് ബൈബിൾ വായിക്കാൻ സമയമില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഉറങ്ങുകയും വേണ്ട, കുളിക്കുകയും വേണ്ട, ഭക്ഷണവും കഴിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. കാരണം ബൈബിൾ വായിക്കാൻ സമയമില്ലല്ലോ. അത് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. ചില ആളുകൾ പറയാറുണ്ട്, നോ ബൈബിൾ നോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോ ബൈബിൾ നോ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ സിസ്റ്റർ എങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം? ബൈബിൾ വായിച്ചില്ലെങ്കിൽ കാപ്പി കുടിക്കത്തില്ലെന്ന്.
നോ ബൈബിൾ നോ ലഞ്ച്. ബൈബിൾ വായിച്ചില്ലേ ഉച്ചയ്ക്ക് ചോറുണ്ണത്തില്ല. ചോറിന് പകരം വേറെ പൊറോട്ട തില്ല, അങ്ങനല്ല, ഒന്നും കഴിക്കത്തില്ലെന്ന് ബൈബിൾ വായിച്ചില്ലെങ്കിൽ. ഇനി നോ ബൈബിൾ നോ ഡിന്നർ, നോ സപ്പർ. നോ ബൈബിൾ നോ സ്ലീപ്പ്. നോ ബൈബിൾ നോ ബാത്ത്. മനസ്സിലായി? അത്ര എസൻഷ്യലാണിത് വചനം. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? നമുക്ക് ജീവിച്ചിരിക്കാൻ നമ്മുടെ ഈ കഴിവ് പോരാ. നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മുടെ ഈ മസിൽ പവറും കായിക ശക്തിയും നമ്മുടെ സ്വാധീന ശക്തിയും അംഗബലവും നമ്മുടെ രാഷ്ട്രീയ സ്വാധീനവും നമ്മുടെ അറിവ്, ബാങ്ക് ബാലൻസ്, നമ്മുടെ ഉപകാരികൾ, അഭ്യുദയകാംക്ഷികൾ, നമ്മുടെ ബെനഫാക്ടേഴ്സ്, മെൻറ്റേഴ്സ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നവർ, നമ്മുടെ സോഷ്യൽ സ്ട്രെങ്ത്, നമ്മുടെ പോപ്പുലേഷൻ, ഇതൊന്നും പോരാ ജീവിക്കാൻ. പറയുകയാണ് മത്തായി 4:4. ജീവിക്കണമെങ്കിൽ വേറെ സാധനം കൂടെ വേണം. മത്തായി 4:4. മത്തായി 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുക. നമ്മൾ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവവചനം ആവശ്യമുണ്ട്. അത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങളത് തിരിച്ചറിയാതെ മരിക്കത്തില്ല, അതുറപ്പാണ്. അത് തിരിച്ചറിയാതെ മരിക്കത്തില്ല. അത് നമുക്ക് ബൈബിളുള്ള, ഞാൻ ഒന്നും രണ്ടും അല്ല, എന്നോട് ആയിരക്കണക്കിന് ആളുകൾ, 10,000 ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ബൈബിളുള്ളതുകൊണ്ട് മാത്രമാണ്, വചനം കേട്ടതുകൊണ്ടും വചനം പഠിച്ചതുകൊണ്ടും മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല. അത് ഇതിനകത്ത് സമാധാനമുണ്ട്, ദൈവശക്തിയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അതിനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവവചനത്തെ ഭയത്തോടും വിറയലോടും എളിമയോടും അനുതാപത്തോടും കൂടെ ദൈവവചനത്തെ സ്വീകരിക്കണം. തെസ്സലോനിക്കക്കാരോട് പറയുകയാണ്, നിങ്ങൾ വചനം സ്വീകരിച്ചത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ ദൈവവചനം സ്വീകരിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി വെളിപാട് 19:13. വെളിപാട് 19:13. എന്തുകൊണ്ടാണ് ദൈവവചനത്തെ അത്രയും ഗൗരവത്തോടെ സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വെളിപാട് 19:13 വേഗം വായിക്ക്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. യേശുവിൻ്റെ പേര് ദൈവവചനം എന്നാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ഈശോയാണ്. വചനം വായിക്കുന്ന ഒരാൾ ഈശോയിൽ എത്തിച്ചേരും. ഈ ചെങ്ങന്നൂരുകാരനായിരുന്നു ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ചാത്തു മേനോൻ എന്നായിരുന്നു. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ചാത്തു മേനോൻ. ബെഞ്ചമിൻ ബെയ്ലി മലയാളത്തിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും അറിയാവുന്ന പണ്ഡിതന്മാരെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് 2 പേരെ കിട്ടി. അതിലെ ഒരാളായിരുന്നു ചാത്തു മേനോൻ. ഈ ചെങ്ങന്നൂർ ഭാഗത്ത് തഹസീൽദാറായിട്ട് ജോലി നോക്കുമായിരുന്നു അദ്ദേഹം. പണ്ട് രാജഭരണകാലത്ത്, പഴയ കാലമാണ്. ഈ ചെങ്ങന്നൂർ ഭാഗത്ത് അദ്ദേഹം തഹസീൽദാറായിട്ട് ജോലി നോക്കുമായിരുന്നു, ചാത്തു മേനോൻ. അപ്പോൾ ഈ ചാത്തു മേനോനെ സമീപിച്ചു, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഈ ഹൈന്ദവനായിരുന്ന ചാത്തു മേനോൻ ബൈബിൾ തർജ്ജമ ആരംഭിച്ചു. ബൈബിൾ തർജ്ജമ ചെയ്ത് പഴയ നിയമം മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുതിയ നിയമത്തിലേക്ക് കയറി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തർജ്ജമ ചെയ്ത് തീർന്ന് കഴിയുമ്പോഴേക്കും, തർജ്ജമ അവസാനിക്കുമ്പോൾ ചാത്തു മേനോൻ പോയി മാമോദീസ സ്വീകരിച്ച് ജോസഫ് ഫെൻ എന്ന പേരിൽ പുതിയ സൃഷ്ടിയായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരാൾ വചനം വായിക്കുമ്പോൾ അയാൾ യേശുവിൽ എത്തിച്ചേരും. കാരണം വചനം യേശുവാണ്. വചനം വായിക്കുന്ന ആൾ ലോകത്ത് വേറെ ഏത് പുസ്തകം വായിച്ചാലും പുസ്തക വായനയുടെ ഒടുവിൽ നിങ്ങളുടെ തലയിൽ അവശേഷിക്കാൻ പോകുന്നത് ഒരുപിടി ആശയങ്ങളായിരിക്കും. എന്നാൽ നിങ്ങൾ ബൈബിള് വായിച്ചാൽ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഒരാളിലായിരിക്കും. ആളുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് യേശുവിൽ എത്തിച്ചേരും. അതുകൊണ്ട് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന അവൻ്റെ നാമം. അതുകൊണ്ട് കാറ്റഗിസം പറയുന്നുണ്ട്, യേശുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നവർ ദൈവവചനത്തെ നിരാകരിക്കുകയില്ല. മതബോധന ഗ്രന്ഥം പറയുകയാണ്, യേശുവിനോട് ഒരാൾക്ക് സ്നേഹമുണ്ടെന്ന് ഒരാൾ പറയുകയും ദൈവവചനത്തെ ഗൗരവമായി എടുക്കുകയും ചെയ്യുന്നത് അത് സെൽഫ് കോൺട്രഡിക്ഷനാണ്. അത് അസ്തിത്വപരമായ വൈരുദ്ധ്യമാണ്. അതിൽ തന്നെ വൈരുദ്ധ്യമാണ്. അതങ്ങനെ പറ്റില്ല. യേശുവിനോട് സ്നേഹമുണ്ട്, ബൈബിളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ബൈബിളൊന്നും വായിക്കാൻ സമയമില്ല,
അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. യേശുവിനോട് സ്നേഹം അത് കള്ളമാണെന്ന് ആര് പറയുന്നു? ഞാനല്ല. കാറ്റഗിസം, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നു, യേശുവിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്നവർ വചനത്തെ നിരാകരിക്കുകയില്ല. അങ്ങനെ നിരാകരിക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അത്രയും ഗൗരവമായിട്ട് ദൈവവചനത്തെ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ് വചനത്തിനകത്ത്. ഇനി എന്തെന്നറിയാമോ? നമുക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ, സാത്താനെ തോൽപ്പിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം വേണം. 119 സങ്കീർത്തനം എടുക്കാം. 119 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യാതെ ജീവിക്കുന്നത്, എങ്ങനെയാണ് ആ തിന്മയെ വെറുക്കാൻ പറ്റുന്നത്. 119 സങ്കീർത്തനം 9 വാക്യം. 119:9 സങ്കീർത്തനം 119:9 വായിക്കാം. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഇനി വാക്യം 11 വായിക്കാം. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ ഒന്നുകൂടെ വായിച്ചേ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നോട് വായിച്ചേ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വചനത്തെ, ദൈവവചനത്തെ അത്രയും ഗൗരവമായിട്ട് എടുക്കണം. എഴുന്നേറ്റ് നിൽക്കാമോ? അതുകൊണ്ട് നമ്മൾ ഈ 5 ദിവസങ്ങളിൽ ഗൗരവമായ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിനെ വളരെ ഗൗരവമായെടുത്ത് നിങ്ങൾ ദൈവവചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് മാറണം എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നാളെ മുതൽ നിങ്ങൾ വരുമ്പോൾ നിർബന്ധ ബുദ്ധിയാ ബൈബിൾ എടുക്കാൻ ശ്രദ്ധിക്കണം. ബൈബിൾ ഇല്ലെങ്കിൽ വാങ്ങിക്കുക. പൈസ ഇല്ലെങ്കിൽ പറപ്പള്ളി അച്ഛനോട് ചോദിച്ചാൽ തരും, അല്ലെ ഇവിടെ പുനക്കുളം അച്ഛനോട് ചോദിച്ചാലും തരും. അതായത് ബൈബിൾ വാങ്ങിക്കാൻ പൈസയില്ല, മനസ്സിലായോ? ആർക്ക് വേണമെങ്കിലും പൈസ തരും. പക്ഷെ ചോദിക്കാൻ വരുന്ന ആളുടെ കയ്യിലെ മൊബൈലിൻ്റെ വിലയും കാതിലെ കമ്മലും കഴുത്തിലെ മാലയൊക്കെ നോക്കും, എന്നിട്ടാണ് തരുന്നത്. മനസ്സിലായല്ലോ? അതായത് ബൈബിൾ വാങ്ങണം. സ്വന്തമായിട്ടൊരു ബൈബിൾ വേണം. അത് വായിച്ച് 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 ഇരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ ഓർമ്മകളിലൊന്ന്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വല്യമ്മച്ചി ഒരു ബൈബിളും തുറന്നു പിടിച്ച് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരിക്കുന്നൊരു കാഴ്ച വളരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 102 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നതിന് മുമ്പ് ആദർശത്തിന് ഞാനിവിടെ പോയി കണ്ടായിരുന്നു. അപ്പോഴും പറയാണ് ഇരിക്ക് കാപ്പി ഇടാന്ന് പറയണം. ബോധമൊന്നുമില്ല, വെളിവൊന്നുമില്ല. ആ സമയത്താണ് അപ്പോൾ പറയും ഇരിക്ക് കാപ്പി ഇടാന്ന് പറയുകയാണ്. അതുപോലാണ് ആളുടെ ഉത്സാഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വല്യമ്മ ബൈബിളും തുറന്നിരിക്കുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. നമുക്കറിഞ്ഞുകൂടായിരുന്നു അന്ന് ഇതിനകത്ത് എന്നാ നിധിയാണ് കിടക്കുന്നതെന്ന്. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് ഒരു കീറ്റത്തുറത്തും തലയിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു കണ്ണാടി, ഒരു പൊട്ട കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഗ്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് പൊട്ടിയിരിക്കുക. അവിടെ ഒരു തുറന്ന് കിടക്കുക, ഇങ്ങനെ കണ്ണ് ചൊറിയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കണ്ണാടിയൊക്കെ വെച്ച് എൻ്റെ വല്യമ്മ ബൈബിള് വായിക്കുമായിരുന്നു. ആര് പറഞ്ഞു കൊടുത്ത ആർക്കറിയാം? ഒരു ദാഹം ഉണ്ടായിരുന്നു എൻ്റെ വല്യമ്മയ്ക്ക്. പാവമായിരുന്നു. തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് എൻ്റെ വല്യമ്മ എൻ്റെ അപ്പനെയൊക്കെ വളർത്തിയത്. പാവപ്പെട്ടവരായിരുന്നു. പക്ഷെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരുന്നു. മനസ്സിലായോ? വലിയ കുടുംബ മഹിമയൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഒരു മഹിമ എനിക്ക് പറയാനുണ്ട്. എൻ്റെ വല്യമ്മ ബൈബിള് വായിക്കുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വല്യമ്മ ബൈബിള് വായിക്കുമായിരുന്നു. മനസ്സിലായോ? ഇപ്പോൾ സ്വർഗത്തിരുന്ന് കാണുന്നുണ്ട്. തിരുവല്ല കത്തീഡ്രലിൽ കൊച്ചുമോൻ നിന്ന് ബൈബിള് പ്രസംഗിക്കും. അന്ന് വല്യമ്മ മേളിൽ ഇരുന്നിട്ട് പറയും ഞാനാണ് ഇതെല്ലാം വായിച്ച് ആഗ്രഹം ആയിരിക്കും. അല്ലാതെ ഇവിടെ നിന്ന് കിട്ടാൻ ഇതൊക്കെ. പറഞ്ഞേ ഹല്ലേലൂയ. എന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ ബൈബിൾ ഇല്ലാതെ ഈ പഞ്ചായത്തിൽ കിടക്കരുത്. മനസ്സിലായ? വോളണ്ടിയേഴ്സ് നിൽപ്പുണ്ട് നാളെ ചൂരലുമായിട്ട് ബൈബിളില്ലാത്തവരെ അടിച്ചോടിക്കാൻ വേണ്ടി. എന്താണ്? ബൈബിളില്ലാത്തവരെ അടിച്ചോടിക്കാൻ വേണ്ടി 2 നല്ല അടി കൊടുത്തിട്ട് പള്ളിക്കകത്തോട്ട് കയറ്റും ബൈബിൾ കൊണ്ടുവരാത്തതിന്. ശ്രദ്ധിച്ചോണം. അത്രയും സീരിയസ് ആയിട്ട് വചനത്തെ എടുക്കണം. നോട്ട്ബുക്ക് പേനയൊക്കെ കൊണ്ടുവരാൻ നിങ്ങളുടെ സൗകര്യം. പക്ഷെ ബൈബിൾ വേണം. ഒരു തർക്കം അതിനകത്തില്ല. എല്ലാവരും കൊണ്ടുവരണം. എഴുതാനും വായിക്കാനും എല്ലാം അറിയാവുന്നവരാണ് ബൈബിൾ കൊണ്ടുവരണം. അതിനൊരു മാനക്കേടൊന്നും വിചാരിക്കേണ്ട. ഇത് പിടിച്ചതിൻ്റെ പേരിൽ നിനക്കൊരു മാനക്കേടും ഉണ്ടാവും പോകുന്നില്ല. നിന്നെയും നിൻ്റെ തലമുറയും ദൈവം മാനിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? മാനം കെട്ട് കിടക്കുന്നിടത്തു നിന്ന് ദൈവം പൊക്കിയെടുത്ത് മാനം തരും. ബൈബിൾ എടുത്ത് കൈ പിടിക്കുക. ചങ്കത്ത് പിടിച്ചൊക്കെ ഒന്ന് നടന്നു നോക്ക്.
ഇല്ലാത്ത മാനം ദൈവം തരും. ഒരു കാലത്ത് നിന്ദിച്ചും അവഗണിച്ചും പുച്ഛിച്ചും ഒക്കെ കണ്ടവർ കസേര ഇട്ട് തരും, ഇരിക്കാൻ പറയും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കില്ലാത്ത മാനം ഈ പുസ്തകം കൊണ്ടുവന്ന് തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അതിനെ ഒരു കോംപ്രമൈസ് ഇതിനകത്ത് വിചാരിക്കരുത്. നിങ്ങൾ ബൈബിളില്ലാതെ വരരുത്. കുറേ പേരുടെ കയ്യിലുണ്ട്, ഒത്തിരി പേരുടെ കയ്യിലില്ല. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ വചനം ധ്യാനിക്കാൻ പോകുമ്പോൾ വലിയ ദൈവശക്തി ഞങ്ങളിൽ അയക്കണമേ. കർത്താവെ, വചനം ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ അപ്പസ്തോലന്മാരുടെ ഹൃദയം തുറന്നതുപോലെ, ലിദിയായുടെ ഹൃദയം തുറന്നതുപോലെ, എഫെസോസ് 1:17 അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നത് പോലെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ഹൃദയം തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേട്ടോട്ടെ. ഉച്ചത്തിൽ സ്തുതിച്ചേ ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന, മഹത്വം. കർത്താവെ സ്തുതിക്കുന്നു. വചനത്തിനായി ദാഹിക്കുന്നു, വചനത്തിനായി ഹൃദയം തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടുപ്പ്, മന്ദത, അലസത, ക്ഷീണം, ഉദാസീനത, താല്പര്യക്കുറവ്, എതിർചിന്തകൾ, തെറ്റിദ്ധാരണകൾ, തെറ്റായ ബോധ്യങ്ങൾ, വൈദിക വിരോധം, സഭാവിരോധം, കർത്താവേ എല്ലാ അടിമത്തങ്ങളും എടുത്തു മാറ്റണമേ. വചനത്തിനായി ഞങ്ങളുടെ ഹൃദയം തുറന്നു തരണമേ. വലിയ ദൈവശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. ആത്മാവിന്റെ വലിയ ശക്തി അയക്കണമേ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, 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 ഈശോയേ. ഇരിക്കാവോ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ ഒരു വിഷയം, ഒരു കൺവെൻഷൻ, ഒരു വിഷയം സംസാരിക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം എന്താണാവോ പറഞ്ഞേ? ഓർമ്മയുണ്ടോ വല്ലോ? കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നായിരുന്നു ഇവിടെ. ഞാൻ വന്നായിരുന്നോ? ഞാൻ മറന്നുപോയി. എന്നെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഒരു വിഷയമാണ് പറഞ്ഞത്. ഗുണം വരാത്ത എന്നാന്ന് മനസ്സിലായോ? എന്നാന്ന് ഗുണം വരാത്ത എന്നാന്ന് മനസ്സിലായോ? ഇതെൻ്റെ കാര്യം. എത്രയോ സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുന്നതാണ്. ഞാൻ മറന്നിട്ടില്ല നിങ്ങളോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് പറഞ്ഞെന്നറിയാം? സൗഖ്യം 5 ദിവസവും. ചായ വല്ലതും വേണോ? വേണ്ട, നോക്കാം. ഇന്ന് പുതിയ 5 ദിവസം ഒരു വിഷയം പറയാനാണ് ആഗ്രഹിക്കുന്നത്. വിഷയം എന്താണെന്ന് ഞാൻ പതുക്കെ പറയാം. ഇപ്പം തൽക്കാലം നമുക്ക് അതിലേക്ക് കയറാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞരങ്ങല്ലേ പ്ലീസ്, ഉറക്കെ വായിക്കേ. ദൈവമായ കർത്താവ്. ഇതാണ് ആ ഭാഗത്ത് ആരോ ഒരാൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്. അതാരാണോ? ഇവിടാണോ മേളിലാണോ അറിയത്തില്ല. ആരാ അത്? ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണോ ചേച്ചിയാണോ? ചേച്ചിയാണോ വായിക്കുന്നത്? കൊള്ളാം കേട്ടോ. ആ ഭാഗത്തു നിന്നൊരു നല്ല സ്വരം വരുന്നുണ്ട്. വേറെ എവിടെ നിന്നും വരുന്നില്ല. പിന്നെ അവിടെ കണ്ടൊരു ചെറിയ ഒരു ഇത്. ബാക്കിയെല്ലാം ഞരക്കവാ. നന്നായിട്ട് വായിക്കേ, ഉറക്കെ വായിക്കേ. വായിച്ചേ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതായത് വചനത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്, വചനവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട അച്ചടക്കങ്ങളിലൊന്ന്, വചനത്തോടൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഈ പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ ആര് കൂട്ടിച്ചേർത്താലും അവന് ശാപമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വചനത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഈ അടിസ്ഥാന നിയമമാണ് ഹൗവ ലംഘിക്കുന്നത്. എന്താ? ഹൗവ ഒരു സാധനം കയ്യിൽ നിട്ടു. എന്താ കയ്യിൽ നിട്ട്? അയ്യോ തൊടുപോലും അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. ഉണ്ടോ? 2-ാം അധ്യായത്തിൽ അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? തൊടുക പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചുമ്മാ പറഞ്ഞ ദൈവം എന്താ പറഞ്ഞ്? 2-ാം അധ്യായത്തിൽ പറഞ്ഞ എന്താണ്?
തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന, വാക്യം 16, അവിടുന്ന് കൽപ്പിച്ചു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ, ഇങ്ങനെ പറഞ്ഞു, തിന്നരുത്, തിന്നുന്ന ദിവസം മരിക്കും. എന്നാൽ ചേച്ചി എന്നാ പറഞ്ഞു, ഒരല്പം സീൻ ഇത്തിരി മാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൈ നിട്ടതാണ്. എന്ത്? തൊടുക പോലും ചെയ്യരുത്. ഒരു തെറ്റാണത്. അങ്ങനെ വചനത്തിൽ ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കാൻ നമുക്ക് അനുവാദമില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം അങ്ങനെ അവിടെ തന്നെ ആൾ പെശകി, അവിടെ തന്നെ തിന്മ കയറാൻ തുടങ്ങി. അപ്പോൾ ഒരു സംശയം പിശാചിട്ട് കൊടുക്കുകയാണ്. സംശയം. എപ്പോഴും സാത്താൻ വചനത്തെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലിട്ട് തരുന്നൊരു സാധനമാണ് സംശയം. അപ്പോൾ ആ സംശയത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം കൽപ്പിച്ചെന്താ? സാവധാനം ശ്രദ്ധിക്കുക. ദൈവം കൽപ്പിച്ചെന്താ? എല്ലാ വൃക്ഷത്തിൻ്റെയും പഴം തിന്നോ? ഒരു വൃക്ഷത്തിൻ്റെ പഴം സാത്താൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ട്വിസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മാറും. ഒരു ചെറിയ കാര്യം തന്നെ വേറെ, മനസ്സിലായാലോ? ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാവരും നാളെ നേരത്തെ വരണം. നിങ്ങളെല്ലാവരും നാളെ നേരത്തെ വരണം. നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ? പ്രശ്നം വല്ലതും ഉണ്ടോ? അങ്ങനെ പറഞ്ഞു. ഇല്ല. ഞാൻ പറയാണ്, എല്ലാവരും നാളെ നേരത്തെ വരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ധ്വനി മാറി, അതിൻ്റെ ഗ്രാവിറ്റി മാറി. ഒരു കാര്യം തന്നെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും, വളച്ചൊടിക്കാൻ പറ്റും. ചോദിക്കുന്ന ചോദ്യം, ഫ്രെയിം ചെയ്യുന്ന ചോദ്യം അനുസരിച്ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ചേട്ടനോട് ചോദിക്കണം, ചേട്ടൻ ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ? ചേട്ടൻ ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ? ഈ ചേട്ടൻ യേസൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല, നോയെന്നും പറയാൻ പറ്റത്തില്ല. രണ്ട് പറഞ്ഞാലും പ്രശ്നമാണ്. എന്താ? ചേട്ടൻ പറയണം, ഭാര്യയെ തല്ലുന്നത് നിർത്തിയച്ചാ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? നേരത്തെ തല്ലുന്നുണ്ടായിരുന്നെന്നാണ്, ഇപ്പം നിർത്തിയെന്നാണ്. ഇല്ലെന്ന് പറഞ്ഞാലോ ഇപ്പോഴും തല്ലുന്നുണ്ടെന്നാണ്. അപ്പം ചോദിക്കുന്ന ചോദ്യം അനുസരിച്ച് നമുക്ക് ആളുകളെ വെട്ടിലാക്കാൻ പറ്റും. അത് ചോദിക്കുന്ന ചോദ്യം അനുസരിച്ചാണ്. അപ്പോൾ ഈ സാത്താൻ കൊണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ചോദ്യത്തെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തു. ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പം തന്നെ ഒരു സംശയം തോന്നുകയാണ് ചേച്ചിക്ക്. എന്താണ് അങ്ങനെ ചോദിക്കാൻ? നന്നായിട്ട് യാഥാർത്ഥ്യം അറിയാമായിരുന്ന സാത്താൻ വന്നിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. സാത്താൻ്റെ വലിയ പണിയാണിത്, ആശയക്കുഴപ്പം. അപ്പം അതിങ്ങനെ ഉണ്ടാക്കാൻ വന്നിട്ട് അവൻ ചോദിച്ചപ്പോൾ ചേച്ചി എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. തൊടുക പോലും ചെയ്യരുതെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും. അടുത്ത സാത്താൻ്റെ ടെക്നിക്ക് ഇതാണ്. അവൻ പറയുന്നത് ദൈവം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയും. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, സാത്താൻ പറയുന്നു നിങ്ങൾ മരിക്കില്ല. ദൈവം പറഞ്ഞതിൻ്റെ നേരെ വിപരീത പദമാണ് സാത്താൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ത് കാര്യത്തെക്കുറിച്ചും ദൈവം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റേ സാത്താൻ പറയത്തുള്ളൂ. മാത്രമല്ല, ദൈവം പറഞ്ഞത് ലംഘിക്കുമ്പോൾ നമുക്ക് ചില സൗകര്യങ്ങൾ കൂടി ഉണ്ടാകും എന്ന ഒരു മോഹന വാഗ്ദാനം കൂടി സാത്താൻ പറയും. സാത്താൻ പറയാണ്, നിങ്ങൾ മരിക്കത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ എന്നെ പോലെ ആവുമെന്നല്ല സാത്താൻ പറഞ്ഞത്, നിങ്ങൾ പിശാചിനെ പോലെ ആവുമെന്നാണോ പറഞ്ഞത്? അല്ല. സാത്താൻ എപ്പോഴും പറയുന്നത് പിശാചിനെ പോലെ ആവുമെന്നല്ല പറയുന്നത്, ദൈവത്തെ പോലെ ആവുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ പോലെ ആവും, നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, ദൈവത്തെ പോലെ ആവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഈ സാത്താൻ പറഞ്ഞതിനകത്ത് ഒരു ഹാഫ് ട്രൂത്ത് ഉണ്ട്, പകുതി സത്യമാണ്. എന്താ? കണ്ണ് തുറക്കപ്പെട്ടു, നഗ്നരാണെന്ന് മനസ്സിലായി. ഹാഫ് ട്രൂത്ത്. ഇങ്ങനെ ഞാൻ സമയമെടുത്ത് പറയുന്നത്, ഇങ്ങനെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയും, ഒരു മനുഷ്യൻ മൂലം പാപവും
പാപം മൂലം മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഏദന്റെ കന്യമണ്ണിൽ പാപത്തിൻ്റെ കങ്കാള വിഷം വീണു. ആദി മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തേക്ക് പാപചിന്തകൾ തൊടുത്തുവിട്ടുകൊണ്ട് സാത്താൻ അവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ മാനവകുലത്തിൻ്റെ ചരിത്രത്തിലേക്ക് പാപം പാദം വെച്ചിറങ്ങി. പാപം ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം വരികയാണ്. സായാഹ്നമായപ്പോൾ, വായിക്കാം, വെയിലാറിയപ്പോൾ, വാക്യം 8, ദൈവമായ കർത്താവ്, വെരി ഗുഡ്, അങ്ങനെ അങ്ങോട്ട് വായിക്കേ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ. അങ്ങയുടെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ശ്രദ്ധിക്കുക, മാനവകുലത്തിൻ്റെ ചരിത്രത്തിലേക്ക് പാപം കാല് വെച്ച് ഇറങ്ങിയപ്പോൾ, പാപം പ്രവേശിച്ച മനുഷ്യൻ രണ്ട് പ്രതിസന്ധികൾക്കകത്തേക്ക് എറിയപ്പെട്ടു. 2 പ്രശ്നം പാപം മാനവകുലത്തിനുണ്ടാക്കാണ്. ഒന്ന് അയാൾ പറയാണ്, ഞാൻ നഗ്നനായോണ്ട് ഒളിച്ചതാണ്. 2, അയാൾ പറയാണ്, ഞാൻ പേടിച്ചിട്ട് ഒളിച്ചതാണ്. പാപം കൊണ്ടുവരുന്ന 2 പ്രധാന പ്രതിസന്ധികളാണ്. 1 നാണക്കേട്, 2 ഭയം. 1 ഷെയിം, 2 ഫിയർ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, ഒരു മനുഷ്യൻ്റെ അകത്ത് അയാൾ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന് അയാളെ ഡാമേജ് ചെയ്യുന്ന 2 അടിസ്ഥാന പ്രതിസന്ധികൾ ഏതാണെന്ന് നിങ്ങൾ ഏത് മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചാലും അയാൾ മറുപടി പറയാൻ പോണത് 1 ഷെയിം, 2 ഫിയർ. ലജ്ജ, ഭയം. പാപം ചെയ്തു കഴിയുമ്പോൾ മനുഷ്യൻ നേരിടുന്ന 2 സങ്കീർണ പ്രശ്നങ്ങൾ, അത്ര എളുപ്പത്തിൽ കുരുക്കഴിക്കാനാവാത്ത 2 പ്രയാസങ്ങൾ, അത്ര എളുപ്പത്തിൽ പുറത്തു കടക്കാനാവാത്ത 2 പ്രയാസങ്ങൾ. 1 ലജ്ജ, 2 ഭയം. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ ഇത്രയും മനസ്സിലായോ? പാപം പ്രവേശിച്ചു, പാപം കൊണ്ടുവന്ന 2 പ്രശ്നങ്ങൾ. 1 നാണക്കേട്, 2 ഭയം. നാണക്കേട് മറയ്ക്കാൻ ആദ്യ മനുഷ്യൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. നാണം കെട്ട് നിൽക്കുകയാണ്, മരത്തിനിടയിൽ 2 പേരും കൂടെ ഒളിച്ചിരിക്കുകയാണ്, ആദവും ഹവ്വയും കൂടെ ഒളിച്ചിരിക്കുമ്പോൾ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നാണക്കേടാണ്, ലജ്ജയാണ്, നഗ്നരാണെന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഈ നഗ്നരാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ എന്താണ് അവർ അതിന് കണ്ടെത്തിയ സൊല്യൂഷൻ? പറയൂ. കരിക്കിനത്തിലേക്ക് പോയോ? ആ ഭാഗത്ത് പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കുന്നേ. അങ്ങനെ പറയേച്ചി. അത്തിമരത്തിൻ്റെ ഇല പറിച്ച് ഒരു ഡ്രസ്സ് ഉണ്ടാക്കി അവർ ധരിച്ചു. അപ്പോ എൻ്റെ ചോദ്യം, അത്തിയില പറിച്ച് വസ്ത്രം ഉണ്ടാക്കി ധരിച്ചല്ലോ. ചോദ്യം, ഇപ്പോൾ അവർ നഗ്നരാണോ? പറ. നിങ്ങളിപ്പോൾ നഗ്നരാണോ? എന്തുകൊണ്ട്? ഡ്രസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആദം ഡ്രസ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ നഗ്നനാണോ? ആദം ഡ്രസ് ഇട്ടു. ഡ്രസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നഗ്നത മാറി. അതിനല്ലേ ഡ്രസ് ഇട്ടേ. അത്തിയില കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി ധരിച്ചു. ഇപ്പോൾ ആദവും ഹവ്വയും നഗ്നരല്ല. ആദം ചോദിച്ചു, എങ്ങനെ ഉണ്ടീ? സൂപ്പറായിരിക്കുന്നു. എന്നെ എങ്ങനെയുണ്ട്? നിന്നെയും കൊള്ളാം. 2 പേർക്കും ഡീസൻസിക്ക് ഒരു കുഴപ്പമില്ല, നല്ല അന്തസ്സോടെ നിൽക്കണം 2 പേരും. അപ്പോഴാണ് ദൈവം വരുന്നു.
രണ്ടുപേരോട് ഒട്ടനെ പോയി ഒളിച്ചിട്ട് മറിഞ്ഞിരുന്നോണ്ട് പറയാണ്, ദൈവമേ ഞങ്ങള് ഈ നാണക്കേടായതുകൊണ്ട് ഒളിച്ചതാണ്, നഗ്നരായതുകൊണ്ട് ഒളിച്ചതാണ്. ദൈവം ചോദിക്കാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, ദൈവം ചോദിക്കുന്ന വരട്ടെ, ഞാൻ ചോദിക്കാണ്, നഗ്നനാണോ? അല്ല. പിന്നെന്തിനാ നഗ്നനാണെന്ന് പറയുന്നേ? നഗ്നനല്ലെന്ന് അത്തിയില കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി. പ്രശ്നം എന്തെന്നറിയാമോ? മനുഷ്യന്റെ മുമ്പിൽ അന്തസ്സായിട്ട് നടക്കാൻ നമ്മൾ ഉണ്ടാക്കിയ അത്തിയിലകൾ മതി, ദൈവത്തെ നേരിടാൻ അത് പോരാ. ഉദാഹരണത്തിന്, ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത് കൊണ്ടും ഞാനിവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ടും വചനം പ്രസംഗിക്കുന്നതുകൊണ്ടും നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഞാൻ നല്ലവനാണെന്ന്. നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഞാൻ നല്ലവനാണെന്ന്. ശ്രദ്ധിക്കുക, ആ ധാരണ ഞാൻ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? നിങ്ങളുടെ മുമ്പിൽ ഞാൻ നല്ലവനാണെന്ന് എങ്ങനെ കാണിക്കുന്നത്? നിങ്ങളുള്ള സമയത്ത് ഞാൻ വളരെ ഡീസൻ്റ് ആയിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ എന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഉദ്ദേശിക്കുന്നത് നിങ്ങളെയാണ്. എന്താണ് നമ്മളെങ്ങനെയാണ് ഈ ധാരണ രൂപപ്പെടുത്തുന്നതെന്നറിയാമോ? അതായത് നമ്മൾ മനുഷ്യരുള്ള സമയത്ത് മനമര്യാദയായിട്ട് പെരുമാറി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നല്ലവരായി. അപ്പം മനുഷ്യരുടെ മുമ്പിൽ നല്ലവരാകാൻ നമ്മൾ എടുത്തണിയുന്ന അത്തിയിലകളാണ് സംസ്കാരം, പരിശീലനം, എറ്റിക്കേറ്റ്, മാനമര്യാദ, സോഷ്യൽ, സമൂഹത്തിൽ പാലിക്കേണ്ട ചില ജീവിതക്രമങ്ങൾ ഒക്കെ നമ്മൾ നല്ല മര്യാദയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തലേ വരുന്ന ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു LED വോള് വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ തലയിൽ കൂടെ പോകുന്ന എല്ലാ ചിന്തകളും ഈ LED വാളിൽ തെളിഞ്ഞു വന്നാൽ എനിക്ക് ഉറപ്പാണ് ഒറ്റ എണ്ണം നാളെ കൺവെൻഷന് വരാൻ പോണില്ല. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്നെ ഒരുപാട് കുറ്റം പറയത്തില്ല, കാരണം അതിനേക്കാൾ മോശമാണ് നിങ്ങളുടെ തലയിൽ വരുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മളെല്ലാം ഒരുപോലെ അന്ന് മനസ്സിലാവും. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേ അത്തിയില ഇട്ടിട്ടുണ്ട്. അത്തിയില, ഒരു അത്തിയിലയാണ് ഈ ലോഹ. ഈ ലോഹ കാണുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കും നല്ലവനാന്ന് വിചാരിക്കും. പിന്നെ സമൂഹത്തിലുള്ള നല്ല പെരുമാറ്റം, മനുഷ്യരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അധികം ആളുകളെ ഒഫൻഡ് ചെയ്യാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക, ആളുകളെ കാണുമ്പോൾ സന്തോഷമായിട്ടൊക്കെ പെരുമാറുക, ചിരിച്ചൊക്കെ വർത്താനം പറയുക, അതുകൊണ്ട് നല്ലവനാണെന്ന് തോന്നും. പക്ഷെ ശരിക്കുള്ള അതല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് അത്തിയിലകൾ എടുത്തണിഞ്ഞ് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ രക്ഷപ്പെടുന്നുണ്ട്. ഹവ്വായുടെ മുമ്പിൽ രക്ഷപ്പെട്ടതുപോലെ, ഹവ്വ ആദത്തെ മുമ്പിൽ രക്ഷപ്പെട്ട പോലെ നമ്മൾ ആളുകളുടെ മുമ്പിലൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ യാഥാർത്ഥ്യം. ദൈവത്തെ നേരിടാൻ ഈ അത്തിയില പോരാ. അത് ആദത്തിന് നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഡ്രസ്സ് ഉണ്ടെങ്കിലും പറയുന്നത്, ഭർത്താവേ ഡ്രസ്സുണ്ട് പക്ഷെ നഗ്നനാണ്. ഞാൻ പറയാൻ പോകുന്നത്, ഈ ജീവിതായോധനത്തിൽ എടുത്തണിയുന്ന ഒരാടയാഭരണങ്ങൾക്കും മാനവകുലത്തിൽ പാപം കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച ഈ നാണക്കേടെടുത്ത് മാറ്റാനുള്ള കഴിവ് ഇല്ല. ഈ ജീവിതയാത്രയിൽ എടുത്തണിയുന്ന ഒരാടയാഭരണങ്ങൾക്കും ഈ നഗ്നത മാറ്റാനുള്ള കഴിവില്ല. സ്റ്റിൽ വി ആർ നേക്കഡ് ടു ദ കോർ. നേക്കഡ്, അത്രയും നേക്കഡാണ് നമ്മൾ, നഗ്നരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തേത് അതാണ് നഗ്നത. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നോ? കർത്താവിനറിയാം നീ നഗ്നനാണെന്ന് നീ പറയണമെങ്കിൽ അത് പാപം കൊണ്ടുവന്ന നഗ്നതയാണ്. അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം എന്നാ എന്നറിയാമോ? കർത്താവ് ഒരു മൃഗത്തിന്റെ തോലുകൊണ്ട് ഒരു ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ വാക്കുകൾ തന്നെ പുതിയ നിയമത്തിൽ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മഹത്തായ രക്ഷയുടെ നിഴലുകളും ആദിരൂപങ്ങളും അടയാളങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ പറയുകയാണ്, ഒരാടിനെ കൊന്ന്, ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് ഈ നാണക്കേട് മറച്ചു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്താലല്ലാതെ പാപമേൽപ്പിച്ച നഗ്നത മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുന്നില്ല. പറഞ്ഞ ഹല്ലേലൂയ. ദൈവം മറച്ചാലേ ഉള്ളൂ, ദൈവം കവർ ചെയ്താലേ ഉള്ളൂ, ദൈവം നീതീകരിച്ചാലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തണിയുന്ന ഒരാടയാഭരണങ്ങൾക്കും ഒരു വസ്ത്രത്തിനും
എത്ര തങ്കത്തിളക്കമുള്ള വസ്ത്രങ്ങൾക്കും ഈ നഗ്നത, എത്ര എറ്റിക്കേറ്റിന്, എത്ര മാനം മര്യാദ, എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ബിഹേവിയറിനും ഈ നഗ്നത മാറ്റാൻ പറ്റില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തിരിച്ചറിയും നമ്മൾ നഗ്നരാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തേത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് രജിസ്റ്റർ ചെയ്യുക. ഒന്നാമത്തേത് ലജ്ജ. ലജ്ജ. രണ്ടാമത്തേത് ഭയം. ഉണ്ടോ? പെട്ടെന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ച് ഏദന്റെ കന്നിമണ്ണിൽ ഉലാത്തിക്കൊണ്ടിരുന്ന, ദൈവത്തിൻ്റെ കരം പിടിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്ന പറുദീസായുടെ പരിപാവനമായ മണ്ണിലൂടെ ദൈവത്തിൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് ജീവിച്ച മനുഷ്യര് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഓടി മറഞ്ഞു, ഒളിച്ചു. എന്നിട്ട് പറഞ്ഞു, വരല്ലേ, പേടിയാന്ന് പറഞ്ഞു. പേടിയാ. മനുഷ്യഹൃദയത്തിന് പരിഹരിക്കാനാവാത്ത ഒരു ഭയം, ഒരു അകൽച്ച, ഭയം. ദൈവത്തോട്, പ്രപഞ്ചത്തോട്, മനുഷ്യരോട്, ജീവിതത്തോട് എല്ലാം ഭയം. ഇന്ന് 2024 കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ ധ്യാനിച്ചുകൊണ്ട് ഈ സായന്തനത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പച്ച പിടിച്ച് ഈ തഴച്ചു വളർന്ന് ഇടതൂർന്ന് വളർന്ന് ഇങ്ങനെ വൻമരം പോലായി നിൽക്കുന്ന ഈ വിത്തുകൾ, ഇത് പണ്ട് വിത്തായിരുന്നു. ഈ വിത്ത് ഇന്നെന്ത് ചെയ്തു? ഇത് വൻമരമായി, വലിയ മരം. ഈ ഭയത്തിൻ്റെയും ലജ്ജയുടെയും ഈ വൻമരങ്ങൾ നമ്മുടെ ജീവിതത്തിന് മീതെ ഇങ്ങനെ വളർന്നു നിന്ന് ഭയാനകമായ ഒരവസ്ഥയിൽ നമ്മളെ കൊണ്ടുവരുന്നു. മനുഷ്യൻ ഇന്ന് വല്ലാത്ത അരക്ഷിത ബോധങ്ങളിലാണ്. അരക്ഷിത ബോധം. മനുഷ്യൻ അത്ര ഇൻസെക്യൂരിറ്റിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരു സെമിനാരിയിൽ പരിശീലനം നടത്തുന്ന എൻ്റെ സുഹൃത്തായ ഒരു അച്ഛനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെമിനാരിയിൽ ബ്രദേഴ്സ് വരുമ്പോൾ പണ്ടത്തെ പോലല്ല, ഇന്നാദ്യം ചെയ്യേണ്ടത് ഈ മക്കളെ എല്ലാം കുറേ അധികം മാസങ്ങളും വർഷങ്ങളും എടുത്ത് സുഖപ്പെടുത്തണം, എന്നിട്ട് പരിശീലനം കൊടുക്കാൻ പറ്റും. സുഖപ്പെടുത്തണം. കാരണം അത്രയും ബ്രോക്കണാണ് എല്ലാവരും, അത്രയും തകർന്ന് മുറിവേറ്റ്. വെളി കാണുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ഈ ഡീപ്പ് ഇൻസൈഡ് മനുഷ്യൻ അത്രയും ഡിവൈഡഡ് ആണ്, ബ്രോക്കൺ ആണ്, ബ്രോക്കൺ ഇൻ ടു പീസസ് ആണ്, ശിഥിലമാണ് നമ്മുടെ അകം. ഇന്റഗ്രിറ്റി ഇല്ല, ഒന്ന് അകത്ത് ഒന്നും ഇങ്ങനെ അങ്ങനെ ഇല്ല. അതിൻ്റെ ഒരു സമ്പൂർണത വ്യക്തിത്വത്തിന് ഇല്ല. ഭയങ്കര ബ്രോക്കണാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനൊരു സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സെമിനാരിയിൽ നിന്ന് എല്ലായിടത്തും അങ്ങനെയാണ്. ഇന്ന് എല്ലായിടത്തും നിങ്ങൾ നനച്ചു നോക്ക്. ഇപ്പൊ ധ്യാനമൊക്കെ കൂടാൻ വരുന്ന ചെറുപ്പക്കാർ, ആമ്പിള്ളേരൊക്കെ ഒത്തിരി അങ്ങനെ പ്രയാസപ്പെട്ടൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ അടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. ഒരു സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചാണ്ടല്ലോ ഒരു അലറി വിളി കേൾക്കാം. അലറും, അലറി കരയും. പിന്നെ വിടത്തില്ല, നമ്മളെ വിടത്തില്ല. പിന്നെ ഇൻസെക്യൂരിറ്റി ടു ദ കോർ. അരക്ഷിതബോധം, അരക്ഷിതബോധം, ഭയം, ലജ്ജ, നിരാശ. നിങ്ങൾക്കാണ് മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇപ്പം ഒരു കാര്യം ചെയ്യാൻ മനുഷ്യന് ധൈര്യമില്ല, ഭയമാണ്. വലിയ ആജാലബാഹു, വലിയ ആരോഗ്യമുള്ള മനുഷ്യർ, വിദ്യാഭ്യാസമുള്ള മനുഷ്യർ. ഞാൻ ചെറുതാക്കി കാണുകയല്ല പ്രശ്നത്തെ, അല്ല ഇതിനെ ലഘൂകരിച്ച് നിങ്ങൾ കാണരുത്. ഞാൻ അതായത് ഇത് വലിയ പ്രശ്നമാണെന്ന് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാവണം. മനുഷ്യരിങ്ങനെ എല്ലായിടത്തും ഒരു ധ്യാനത്തിനൊക്കെ വരുമ്പോൾ 99.9 ആളുകളും ബ്രോക്കണാണ്. നമുക്ക് ആദ്യം അവരെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വല്ലതും വളർത്താൻ പറ്റൂ. ഇനി ആദ്യം ഒന്ന് ഇത് ഈ വ്യക്തിത്വത്തെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഡിവോഴ്സുകൾ പെരുകുന്നു. ഞാൻ പ്രശ്നങ്ങൾ പറയാനല്ല, ഞാൻ സൊല്യൂഷൻ പറയാൻ വന്ന ആളാണ്. പക്ഷെ സൊല്യൂഷൻ പറയണമെങ്കിൽ പ്രോബ്ലം ചൂണ്ടിക്കാണിക്കണം. വിവാഹമോചനങ്ങൾ പെരുകുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ തീരെ ഒട്ടും വയ്യ. 2-ാം ദിവസം കുടുംബബന്ധ ശിഥിലമാകുന്നു. പൊരുത്തപ്പെടാൻ ഒട്ടും വയ്യ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ് നമ്മുടെ അപ്പനും അമ്മയും. നിങ്ങൾ വെറുതെ ആലോചിച്ച് ചോദിക്കുമോ, നമ്മുടെ അപ്പനും അമ്മയൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രായമുണ്ടായി കഴിഞ്ഞാൽ
കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഈ മനുഷ്യനെ, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീയെ ജീവിതകാലം മുഴുവൻ ചരടി കെട്ടി ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന പോലെ വലിച്ചോണ്ട് പോയി മനുഷ്യര്. ഇന്ന് 2ാമത്തെ ദിവസം വിവാഹമോചനത്തിന് അപേക്ഷ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. എന്തെന്നറിയാമോ? മനുഷ്യൻ്റെ അകത്ത് മനുഷ്യന് ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ല. ഒന്ന് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല, അറിഞ്ഞൂടാ. വലിയ അറിവ് സംഭവം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. വരുമ്പോൾ വലിയ വണ്ടിയിലാണ് വരുന്നത്, വരുമ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷേ എന്തറിയാം, ഇൻസെക്യൂരിറ്റി എന്തെന്നറിയാം, കാണുന്നിടത്തെല്ലാം മനുഷ്യൻ ഓടുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഒരു ഇരുത്തമില്ലാത്ത എന്തുകൊണ്ടെന്നറിയാം? എല്ലായിടത്തും എന്ത് കണ്ടാലും അങ്ങോട്ട് ഓടുന്നത് എന്തറിയാം? അവിടെ ഇവിടെ അത് കണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നത് എന്തറിയാം? മനുഷ്യൻ അത്രയും അൺസെറ്റിൽഡാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ്. എവിടെ ഒരു സമാധാനം കിട്ടിയാലും അവിടോട്ട് മനുഷ്യൻ ഓടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം അത്രയും മനുഷ്യൻ അരക്ഷിത ബോധത്തിലാണ്. ഭയം, ലജ്ജ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക്. അപ്പൊ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുകയാണ്, എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളിതിനെ മാനുഷികമായിട്ട് അപഗ്രഥിക്കുന്നതിന് പകരം ഇതിനെ നമുക്ക് വചനബദ്ധമായും ദൈവശാസ്ത്രപരമായും ദൈവികമായും എങ്ങനെ മനുഷ്യൻ ഈ ഭയത്തിലേക്കും നിരാശയിലേക്കും ഈ അടിമത്തങ്ങളിലേക്കും ഈ ശൈഥില്യങ്ങളിലേക്കും പോകുന്നു എന്നതിനെ കാണാൻ ശ്രമിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എങ്ങനെ ഈ കാര്യത്തിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരാൻ പറ്റും, എന്താണ് അതിലൊരു പോംവഴി, നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ല തൻ്റെ ഇടമുള്ള മനുഷ്യരായിട്ട് ജീവിക്കാം, എങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ജീവിതത്തെ നേരിടാം, എങ്ങനെ കുറെ കൂടെ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യരാവാം, എങ്ങനെ കുറെ കൂടെ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് തോറ്റു കൊടുക്കാതെ പാതി വഴിയിൽ കുടുംബ ബന്ധങ്ങളെ ശിഥിലമായിട്ട് തോറ്റുകൊടുത്ത് സാത്താൻ്റെ കയ്യിലേക്ക് മക്കളെയും കുടുംബത്തെ എറിഞ്ഞു കൊടുത്തിട്ട് എല്ലാം പാതി വഴിയിൽ അവസാനിപ്പിക്കാതെ നമുക്ക് എങ്ങനെ യുദ്ധം ചെയ്തും പൊരുതിയും അംഗം അടരാടിയും മുന്നോട്ട് പോവാം എന്നുള്ളതിന് തിരുവചനത്തിൽ വെളിച്ചം ഇഷ്ടം പോലെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, നിനക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുക ഇന്ന്, അതായത് എങ്ങനെയാണ് ഈ പാളിച്ച ഈ പരാജയം വന്നത്, ഈ പാപത്തിലേക്ക് മനുഷ്യൻ വീണതിന് ഒരു പ്രോസസ് ഉണ്ട്, ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് എങ്ങനെയാണ്? തലയിലോട്ട് ആദ്യം ഒരു തെറ്റായ അറിവ് പിശാച് കൊടുത്തു. പാപത്തിലേക്ക് മനുഷ്യൻ വീണ പ്രക്രിയ 3 ഘട്ടത്തിലാണ്. ഒന്ന്, ഒരു തെറ്റായ അറിവ്, റോങ് ഇൻഫർമേഷൻ. ആദ്യത്തെ സ്റ്റെപ്പ് ഒരു തെറ്റായ അറിവ് പിശാച് കൊടുത്തു ആദ്യം. ഈ തെറ്റായ അറിവ് എന്താണ്? നിങ്ങൾ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നാൽ നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലാവും. ഇത് ശരിയായ അറിവാണോ തെറ്റായ അറിവാണോ? ദിസ് ഈസ് എ റോങ് ഇൻഫർമേഷൻ. ഇത് തെറ്റായ അറിവാണ്. ഈ തെറ്റായ അറിവ് സാത്താൻ അതിവിദഗ്ധമായി ഇഞ്ചക്ട് ചെയ്ത് തലേ കൊടുത്തു. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ആ തെറ്റായ അറിവിൽ നിന്ന് എന്താ ഉണ്ടായേ? അടുത്ത സ്റ്റെപ്പ് എന്താ? ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്തോ പറഞ്ഞല്ലോ. ഈ തെറ്റായ അറിവിൽ നിന്ന് ആദത്തിന് ഹവ്വയും അടുത്ത സ്റ്റെപ്പ് എന്താ? അവരെന്ത് ചെയ്തു? പാപം ചെയ്തു അല്ലേ? അനുസരണക്കേട് കാണിച്ചു അല്ലേ? അനുസരണക്കേടല്ല, എഴുതരുത്, അനുസരണക്കേടല്ല. ഈ തെറ്റായ അറിവ് അവരിൽ എന്താ ഉണ്ടാക്കിയേ? ഇത്രയും നേരം ദൈവത്തോട് താല്പര്യവും സ്നേഹവും ബഹുമാനവും, ഏറ്റവും പ്രധാനമായി കാറ്റഗിസം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ്. ട്രസ്റ്റ്, ദൈവത്തോടുള്ള അവരുടെ ട്രസ്റ്റ്, വിശ്വാസം പോയി. അടുത്ത സ്റ്റെപ്പ് അതാണ്. റോങ് ഇൻഫർമേഷൻ ലീഡിങ് ടു അൺബിലീഫ്, അവിശ്വാസം. അത്രയും നേരം ദൈവത്തെ ട്രസ്റ്റായിരുന്നു, ദൈവത്തെ വിശ്വാസമായിരുന്നു, ദൈവത്തിൻ്റെ അടുത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് പോയി. ഇപ്പൊ ദൈവത്തെ ഒരു സംശയദൃഷ്ടിയോടെ കാണുന്നേ. ദൈവം ഒരു ക്രൂരനാണെന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ദൈവം ഒരു ഏകാധിപതിയാണെന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ദൈവം ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയും നമ്മൾ അടിമകളുമാണെന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ദൈവം നമ്മളെ ഒരു കിരാത വാഴ്ചയുടെ നുകത്തിന്റെ അടിയിൽ ഞെരിഞ്ഞമർന്ന് തീരാൻ വിധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ തലേ വരുന്ന ചിന്ത.
ദൈവം അപ്പനാണ്. ദൈവത്തിന് നമ്മളോട് അഗാധമായ കരുണയും വാത്സല്യവും ഉണ്ട്. നമ്മുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം പോയിട്ട് ദൈവത്തെ അവർ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. ദൈവത്തെ അവർ ട്രസ്റ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചു. ദൈവത്തോടുള്ള വിശ്വാസം ശരണം പോയി. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യത്തേത് റോങ് ഇൻഫർമേഷൻ, രണ്ടാമത്തേത് അൺബിലീഫ്, തെറ്റായ അറിവ്. എന്തിലേക്ക് നയിച്ചു? പറ. അവിശ്വാസത്തിലേക്ക് നയിച്ചു. തെറ്റായ അറിവ് എന്തിലേക്ക് നയിച്ചു? അവിശ്വാസത്തിലേക്ക് നയിച്ചു. അവിശ്വാസം അവരെന്തിലേക്ക് നയിച്ചു? അനുസരണക്കേടിലേക്ക് നയിച്ചു. ഇതാണ് ആ പ്രോസസ്സ്. റോങ് ഇൻഫർമേഷൻ, അൺബിലീഫ്, ഡിസൊബീഡിയൻസ്. തെറ്റായ അറിവ്, ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചു. ഇതാണ് പാപത്തിൻ്റെ പ്രോസസ്സ്. ശ്രദ്ധിക്കുക, കേൾക്കുന്നുണ്ടോ നിങ്ങളിത്? അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ പ്രോസസ്സ്. പാപത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവം ഇതിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് തീരുമാനിച്ചത്. തെറ്റായ അറിവ് അവിശ്വാസം ഉണ്ടാക്കി. അവിശ്വാസത്തിൽ നിന്ന് അനുസരണക്കേടുണ്ടായെങ്കിൽ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ വേണ്ടി യേശു എന്താ ചെയ്യുന്നറിയാമോ? ഈ വാക്യം ശ്രദ്ധിക്കുക. അവിടുന്ന് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ശ്രദ്ധിക്കുക, ഈ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അവിടുന്ന് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നറിയാമോ? ശരിയായ അറിവ്. ശരിയായ അറിവ്, ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ശരിയായ അറിവ്. ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം. അവിടുന്ന് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ഗലീലിൽ ഉടനീളം ചുറ്റി സഞ്ചരിച്ചു. യേശുവിൻ്റെ പ്രധാനപ്പെട്ട ജോലി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പഠിപ്പിക്കുക എന്നുള്ള പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു? ശരിയായ ബോധ്യങ്ങൾ. ശരിയായ ബോധ്യങ്ങൾ അവരെ എന്തിലേക്ക് നയിച്ചു? അവർ ആ ശരിയായ ബോധ്യത്തിൻ്റെ ബോഡിയുടെ പേരാണ് സുവിശേഷം. ആ ശരിയായ ബോധ്യത്തിൻ്റെ ആകത്തുകയുടെ പേരാണ് സുവിശേഷം. അപ്പൊ സുവിശേഷം കേട്ടപ്പോൾ, റോമർ 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള, അവരെന്ത് ചെയ്തു? യേശുവിനെ കുറിച്ചുള്ള അറിവ് കേട്ടപ്പോൾ, ശരിയായ പ്രബോധനം കേട്ടപ്പോൾ അവരിൽ എന്തുണ്ടായി? പറ. നാളെ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ നാളെ ഇവിടെ ഇരിക്കുകയും ഇവിടെ ഇരിക്കുന്നവർ അവിടെ പോവുകയും ചെയ്യണം. നിങ്ങൾ ഇമ്മ മിണ്ടാതിരിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അതാ നീ ഇപ്പോഴാണ് പറയേണ്ടത്. അന്ന് ചോദിക്കുമ്പോൾ പറയണ്ടേ? ചായ വല്ലതും വേണോ? വേണ്ട. ശ്രദ്ധിക്ക്, എന്താണെന്നറിയാമോ? ഇത് കേൾക്കണം, നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഈ നാട്ടിലെ രീതി ഇതായിരിക്കും. കാരണം എന്താ എന്നാ ചോദിച്ചാൽ ഒന്നും മിണ്ടത്തിലായിരിക്കും. അത് ചിലയിടത്ത് അങ്ങനെ നമ്മൾ പല സ്ഥലത്ത് പോകുന്നതുകൊണ്ടേ, ചിലയിടത്ത് തിരുവനന്തപുരത്ത് അങ്ങനല്ല. ചോദിക്കുന്നതിന് മുമ്പേ മറുപടി പറയും. തിരുവനന്തപുരത്തെ നമ്മൾ അതല്ലേ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു വല്ലായ്മ തോന്നുന്നത് അതിന് മിണ്ടാതിരിക്കുമ്പോൾ. ഇവിടുത്തെ രീതി അതായിരിക്കും. ഇവിടെ മാനമര്യാദ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കലായിരിക്കും. ഇവിടുത്തെ എനിക്കറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ മിണ്ടണം, അല്ലാതെ ഒരു വഴിയില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് നിങ്ങളെ ഓഫൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടണം. പുരുഷന്മാരൊക്കെ മിണ്ടണം, ചുമ്മാ മിണ്ടാതിരിക്കാതെ മിണ്ടെന്ന്. മഠത്തിലൊക്കെ കിടന്ന് ചലിക്കുന്ന അല്ല, അങ്ങനല്ല. സോറി, വീട്ടിലൊക്കെ കിടന്ന് ചലിക്കുന്നല്ലേ ചുമ്മാ. പറയണമെന്ന്. എന്താ ഞാൻ പറഞ്ഞേ? എന്ത് ഈ സുവിശേഷം കേട്ടപ്പോൾ, യേശുവിനെ സംബന്ധിക്കുന്ന പ്രബോധനം കേട്ടപ്പോൾ അവർക്ക് എന്തുണ്ടായി? പറയണം. വിശ്വാസം ഉണ്ടായി. വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നുണ്ടായി അനുസരണം ഉണ്ടായി, സമർപ്പണം ഉണ്ടായി. യേശുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി മരിക്കാൻ മനുഷ്യർ തയ്യാറായി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ഞങ്ങളുടെ വഴിയിലൂടെ ആവണ്ട, ഞങ്ങളെ ദൈവത്തെ പോലെ ദൈവമാക്കിക്കൊള്ളും, ഞങ്ങളെ ദൈവികരാക്കിക്കൊള്ളും, ഞങ്ങളെ ഈശോയെ പോലെ ആക്കിക്കൊള്ളും. അത് ഞങ്ങളുടേതായ വഴി കൂടെ അല്ല, അത് ദൈവത്തിൻ്റെ വഴി കൂടെ ആയിക്കോളും. ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഈ ജീവിതം പോലും വേണ്ട, ഞങ്ങൾ യേശുവിനെ, ഞങ്ങൾക്ക് ഈ ജീവിതം പോലും വേണ്ട, ഞങ്ങൾ യേശുവിന് വേണ്ടി മരിച്ചോളാം. ശരിയായ അറിവ്, വിശ്വാസം, അനുസരണം. പറയാവോ? ശരിയായ അറിവ്,
വിശ്വാസം, അനുസരണം. പറ. അപ്പൊ ഇതാണ് രക്ഷയുടെ പ്രോസസ്സ്. അപ്പൊ അതുകൊണ്ട് ഏതടിമത്തത്തിൽ നിന്ന് ശ്രദ്ധിക്കുക, ഞാൻ ആ കാര്യങ്ങളെ അതിനെ ഒന്ന് സിറ്റുവേറ്റ് ചെയ്യാൻ പോകണം. ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ഞാൻ ആദ്യം എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് നിർത്തിയിട്ട് വേണമല്ലോ. അപ്പോൾ അതിനെ ഞാനൊന്ന് പൊസിഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ശരിയായ അറിവുണ്ടെങ്കിൽ മാത്രമേ ഏതടിമത്തത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റൂ. അതുകൊണ്ട് ഈശോ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 17:3, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ഏകജാതനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. വളരെ കോൺട്രവേഴ്ഷ്യൽ എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു വാചകമാണിത്. അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ഏകജാതനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയണം. അപ്പം അതുകൊണ്ട് ക്ലാരിറ്റി വേണം, എങ്കിലേ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. വ്യക്തത വേണം. അതുകൊണ്ട് ദൈവം സംസാരിച്ചതിനെ കുറിച്ച് വ്യക്തത വേണം. ചില കാര്യങ്ങളിൽ ബോധ്യം വരണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ അവലംബിക്കുന്ന രീതി ഇതാണ്. നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ചില അറിവുകൾ രൂപപ്പെടുത്തും. ആ അറിവുകൾ നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കും. ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് വിമോചനം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് വിമോചനം ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും തകർച്ചകളും വെല്ലുവിളികളും എല്ലാം ഞാൻ മാറ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് മാറിയതല്ല. ഞാൻ വചനത്തിൽ ശ്രദ്ധിക്കുകയും ഞാൻ വചനം കൂടുതൽ പഠിക്കുകയും ഞാൻ വചനം പറയുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ വിശ്വാസം വളർന്നുകൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസം വളർന്നുകൊണ്ടിരുന്നതിനനുസരിച്ച് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ ഓരോന്നോരോന്നായി മാറിപ്പോവാൻ തുടങ്ങി. അതാണ് ആ പ്രോസസ്സ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇത് മാറട്ടെ ഇത് മാറട്ടെ ഇതിനു വേണ്ടി 500 ദിവസം ഇതിനു വേണ്ടി ഇത് ഒന്നുമല്ല. എന്ത് ചെയ്യുന്നറിയാമോ? ഇത് ഇങ്ങനെ വചനം വായിക്കാൻ ദൈവം ഒരു പ്രേരണ തന്നു, കൃപ തന്നു, വചനം പഠിക്കാൻ ദാഹം തന്നു. അതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. വായിച്ച് വിശ്വാസം ഇങ്ങനെ കയറി വന്നു. വിശ്വാസം വളർന്നതിനനുസരിച്ച് എൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ മാത്രം ഞാൻ കാണാൻ തുടങ്ങി. അതുകൊണ്ട് കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ട്. വിശ്വാസം വളരണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ വളരാൻ? അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് പറയാൻ പോവാണ്. ഈ ജനതയുടെ വിശ്വാസം വളർന്നാൽ പിന്നെ ആ ജനതയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. വിശ്വാസം വളർന്നാൽ. അതുകൊണ്ട് ആ വിശ്വാസം വളരണം. വിശ്വാസം വളരാൻ നമുക്ക് ദൈവം പല വിധത്തിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കും. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പുറകെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് അതിശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഹൃദയം തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുക്കും. 5 മിനിറ്റ് അല്ലെങ്കിൽ 7-8 മിനിറ്റ് കൂടെ എടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ സ്തോത്ര കാഴ്ച ഇടാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ആരാധന 8:30 തീരും. അങ്ങനെയാണ്, 8:30 തീരും. അപ്പോൾ വേഗം ശ്രദ്ധിച്ചോ. ഇനി അതുകൊണ്ട് ചില പ്രബോധനങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കയറണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയാമോ? പ്രബോധനങ്ങൾ അകത്ത് കയറണമെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ട്. പ്രബോധനങ്ങളുടെ പ്രത്യേകത. സുഭാഷിതങ്ങളുടെ പുസ്തകം 25 എടുക്കുക. സുഭാഷിതം 25:2. സുഭാഷിതങ്ങൾ 25:2 വേഗം എടുത്തേ. സുഭാഷിതങ്ങൾ 25:2. സുഭാഷിതങ്ങൾ 25:2. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. ഒന്നൊക്കെ പറഞ്ഞേ, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. അല്ലേ? അങ്ങനല്ലേ? അതെ. അപ്പൊ സുഭാഷിതങ്ങൾ പ്രോവേർബ്സ് 25:2. സുഭാഷിതങ്ങൾ 25:2 എന്താണത്? നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. ശ്രദ്ധിച്ചിരിക്കുക. എന്താ വചനം എന്നറിയാമോ? ഭയങ്കര വചനമാണിത്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ ഇന്ന് അടുത്തോട്ട് ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നിന്നാണ്. നിങ്ങൾ വിഷമിക്കുകയും ചെയ്യരുതേ. കുനിഞ്ഞു നോക്കിയാൽ മതി, കാണാം. ഓക്കെ. അപ്പോൾ നിഗൂഢത ദൈവത്തിന്, നിങ്ങൾ നോക്കണേ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെല്ലാം തന്നെ നിഗൂഢമാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് വിശ്വാസം ഉണ്ടായി വിമോചനം ഉണ്ടാവും.
അതാണ് ധ്യാനത്തിൻ്റെ തീം. പിടികിട്ടിയല്ലോ? വിശ്വാസം വളരും. അപ്പം എന്ത് സംഭവിക്കും? ദൈവത്തെക്കുറിച്ച് അറിയും, വിശ്വാസം വളരും, എന്തുണ്ടാവും? തന്നെ ചങ്ങല അഴിഞ്ഞു പോകും. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? കർത്താവിൻ്റെ കാര്യങ്ങൾ ആരാഞ്ഞറിയാൻ പോവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മുമ്പിൽ. എന്താ? ദൈവത്തിൻ്റെ കാര്യങ്ങളുടെ പ്രത്യേകത അതല്ല. എന്താ? നിഗൂഢമാണ്. അതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഈശോ ഉപമകൾ വഴി അല്ലാതെ അവരോടൊന്നും സംസാരിച്ചില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിഗൂഢമാണ്. നിയമാവർത്തനം 29:29 വായിച്ചേ. നിയമാവർത്തനം 29:29. ഡ്യൂട്രോണമി 29:29 വായിക്കേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാണ്. വെളിപ്പെടുത്തപ്പെട്ടവ നമുക്ക് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വേണ്ടിയുള്ള. ശ്രദ്ധിക്കണേ, എന്തെന്നറിയോ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട വന്ന എന്തുകൊണ്ടെന്നറിയോ? ഈ ബൈബിൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മടുക്കും. അതുകൊണ്ട് ഇങ്ങനെ ഈ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഞെളിവരി കൊള്ളുന്ന ഇതിപ്പോൾ തീരെ ഇയാളെപ്പോൾ തീർക്കുക എന്നൊക്കെ ചോർത്ത് ഞെളിവരി കൊള്ളേണ്ട അവസ്ഥ വന്നതെന്നുണ്ടെന്നറിയാം. ഒന്നാമത്തെ കാര്യം, ബൈബിളില്ല. തെക്കും മടക്കം നോക്കി ഇരിക്കേണ്ടി വരും. അടുത്തിരിക്കുന്നവർ വായിക്കുമ്പോൾ നാളെയെങ്കിലും ഈ ഗതി ഉണ്ടാവരുത്. മനസ്സിലായല്ലോ? നാളെ ഞാൻ ഇറങ്ങി നടക്കും. പോലീസുകാരനൊന്നും അല്ല, നിങ്ങളെ ശിക്ഷിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു നാണം കെട്ടവനെ പോലെ ഞാൻ ചോദിക്കും, എന്നാ കൊണ്ട് ഇന്നലെ പറഞ്ഞല്ലേ കുട്ടിയത്തെന്ന് ചോദിക്കും. നിങ്ങൾക്ക് നാണക്കേടില്ലേലും ഞാൻ ചോദിക്കും. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാണ്. രഹസ്യങ്ങൾ കണ്ടോ? അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം എന്താ? രഹസ്യം. മലങ്കരക്കാരൊരു പാട്ട് പാടത്തില്ലേ? രഹസ്യം മനസ്സിലായി? രഹസ്യമാണത്. എനിക്കും എൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളോട് പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്ത് രഹസ്യം? മിസ്റ്ററി ബിലോങ്സ് ടു ദ ഓൾമൈറ്റി. മിസ്റ്ററി. ദൈവിക കാര്യങ്ങളെല്ലാം നിഗൂഢമാണ്. അതുകൊണ്ട് എന്താ കാര്യം എന്നറിയാമോ? അത് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി തരണം. ആ വാക്ക് പറ. വെളിപാട്. വെളിപ്പെടുത്തി തരണം. അതിനെന്നെ ചെയ്യണമെന്നറിയാമോ? നാളെ വരുന്നതിന് മുമ്പ് ഒരു വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് ഈ കോമ്പൗണ്ട് കടക്കാവൂ. വചനം ഇതാണ്, എഫേസോസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞില്ലേ, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഗലാത്യ ലേഖനം 1:11 അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഈ സുവിശേഷം ആരും എന്നെ പഠിപ്പിച്ചതല്ല. ഒരു മനുഷ്യനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ ഞാൻ പോയില്ല. ഒരു മനുഷ്യനും എന്നെ പഠിപ്പിച്ചില്ല. മറിച്ച് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് മനസ്സിലായത്. കൊളോസോസ് ലേഖനത്തിൽ പറയും, യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഈ നാളുകളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം തിരുമനസ്സായി. മറച്ചു വെക്കപ്പെട്ട രഹസ്യം അത് വെളിപ്പെടുത്തി കിട്ടണം. ഒരു വചനം വായിക്കാൻ പറ്റും, ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റും, ആത്മാവിൽ അത് പൊരുളും വെളിച്ചവുമായി മാറണമെങ്കിൽ വെളിപ്പെടുത്തി കിട്ടണം. ഇത് പൊട്ടിച്ച് കിട്ടണം. അത് ആത്മാവിൽ വെളിച്ചമായിട്ട് കിട്ടണം. അല്ലാതെ ബുദ്ധിയിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആർക്കാ മനസ്സിലാവാത്ത ബൈബിളിലെ വാക്യങ്ങൾ? ബുദ്ധിയിലെല്ലാം മനസ്സിലാവും. ഒരു കാര്യമില്ല. വിശ്വാസം പൊട്ടി പുറപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവമേ, അങ്ങയുടെ ചുരുൾ അഴിഞ്ഞപ്പോൾ പ്രകാശം വരുന്നു. അങ്ങയുടെ പുസ്തകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞപ്പോൾ പ്രകാശം. അത് എളിയവർക്ക് അറിവ് നൽകി. ചുരുൾ അഴിഞ്ഞു കിട്ടണം. അത് ആത്മാവിൽ പരിശുദ്ധാത്മ. വേറെ ഒരു മനുഷ്യനും വെളിയിൽ നിന്ന് ബൈബിൾ പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അകത്തെഴുതുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എഫേസോസ് 1:17 എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മലങ്കര കുർബാനയിൽ അച്ഛൻ
അൾത്താരയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നുകൊണ്ട് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ, എൻ്റെ ആത്മീയകരങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണലംഘനങ്ങൾക്കും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. വൈരിയുടെ സകല വ്യാപാരത്തിൻ്റെ ബോധത്തെയും അവിഹിത വീക്ഷണത്തിൽ നിൻ്റെ കണ്ണുകളെയും വ്യർത്ഥശ്രവണത്തിൽ നിൻ്റെ ചെവികളെയും നിന്ദ്യപ്രവൃത്തികൾ നിൻ്റെ കൈകളെയും നീ കാത്തുകൊള്ളണമേ. അങ്ങനെ ഞാൻ പൂർണ്ണമായി നിൻ്റേതാകാനും. ശ്രദ്ധിച്ചേ, അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ, എൻ്റെ ആത്മീയ കരങ്ങളും നിന്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, വൈരിയുടെ ദുഷ്ടൻ്റെ പിശാചിൻ്റെ സകല വ്യാപാരത്തിൽ നിന്ന് എൻ്റെ ബോധത്തെയും തെറ്റായ കാഴ്ചകളിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും മോശപ്പെട്ട വാക്കുകളിൽ സ്വരത്തിൽ നിന്ന് എൻ്റെ കേൾവിയും തിന്മപ്പെട്ട പ്രവൃത്തിയിൽ നിന്ന് എൻ്റെ ജീവിതത്തെയും ദൈവമേ എന്ത് ചെയ്യണം? നീ വിശുദ്ധീകരിച്ചിട്ട് പിന്നെ അവിഹിത വീക്ഷണ കണ്ണുകളെ വർത്തശ്രവണത്തിൻ്റെ ചെവികളെ നിന്ദ്യപ്രവൃത്തി എൻ്റെ കൈകളെ നീ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞാൻ പൂർണ്ണമായും നിൻ്റേതാകാനും നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നൽവരങ്ങൾ നിന്നിൽ നിന്ന് പ്രാപിക്കാനും എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. നിന്റെ വെളിപാട് എനിക്ക്, ഈ കുർബാന ഞാൻ ചൊല്ലുമ്പോഴേ നിന്റെ വെളിപാട് എനിക്ക് സ്വീകരിക്കാൻ എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ, ഇന്നർ സെൻസസ് ആക്റ്റീവ് ആക്കി തരണേ എന്ന്. അത് കർത്താവ് തന്നാലേ പറ്റൂ. ബുദ്ധിയുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. അറിവും പാണ്ഡിത്യവും പാഠവും ഉള്ളതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. എട്ടും പൊട്ടും തിരിയാത്ത അക്ഷരാഭ്യാസമില്ലാത്ത അമ്മച്ചിക്ക് മനസ്സിലാവുന്ന പോലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല ദൈവവചനം. ഞാൻ ഈ ശാലോമിനൊക്കെ വേണ്ടി റെക്കോർഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത്, ഇപ്പോഴില്ല, ഇപ്പം തിരക്ക് കൂടുതലായതുകൊണ്ട് പല സ്ഥലങ്ങളിൽ വെച്ച് റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ല, മറ്റേ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ആളുകളെ വിളിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ക്യാമറ മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് പറയണം. ചിലപ്പോൾ നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ആ ധ്യാനകേന്ദ്രത്തിൽ ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു സഹോദരനുണ്ട്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അത്യാവശ്യം ബൈബിള് മാത്രമേ വായിക്കാൻ അറിയൂ എന്നാണ് എന്നോട് പറഞ്ഞു. വേറൊന്നും പത്രം അങ്ങനൊന്നും വായിക്കാനും അറിഞ്ഞുകൂടാ. ബൈബിള് മാത്രം ഇങ്ങനെ ഇരുന്ന് വായിക്കും. ഒരു ഔപചാരിക വിദ്യാഭ്യാസവും കാര്യമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. ഈ ലോക സംബന്ധമായി യാതൊരു അറിവുമില്ല. പക്ഷെ അവിടെ ഇരുന്ന് നമ്മൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അകത്ത് മനസ്സിലായ അതേ ഗ്രാവിറ്റിയിലോ അതിനേക്കാൾ കൂടുതലായോ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവന് മനസ്സിലാവും. അവൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയുന്ന എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ബുദ്ധിയുള്ളവനെ പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും ദൈവികമായ ബോധ്യങ്ങൾ, പുതിയ ബോധ്യങ്ങൾ ദൈവം തരുമ്പോൾ ഇത് മനുഷ്യർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഇവൻ്റെ അടുത്താണ്. ഇവനെ വിളിച്ചിരുത്തി പറയുമ്പോൾ അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാം ഇത് അകത്ത് കയറുമില്ലയോ എന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ. ബുദ്ധിയൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിക്കകത്തൊന്നും കാര്യമില്ല. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധാത്മാവ് തുറന്നു തന്നാലേ പറ്റും. അതുകൊണ്ട് വേറെ കൂടുതലൊന്നും ചർച്ച ചെയ്യാനില്ല. എഫേസോസ് 1:17 പ്രാർത്ഥിക്കാവോ?